ഇന്ത്യയിൽ 100 വർഷങ്ങൾക്കപ്പുറത്ത് പെന്തക്കോസ്ത് വിശ്വാസ സംഹിതകളുടെ പ്രചാരം ഏറ്റെടുത്തുകൊണ്ട് വളരെ ചെറിയ ഒരു നിലയിലാണ് ഈ പ്രസ്ഥാനങ്ങൾ ആവിർഭവിച്ചത്. അധികം വ്യത്യസ്തമല്ലാതെ അസംബ്ലീസ് ഓഫ് ഗോഡ്, ക്ലീവ്ലാൻഡ് ടെന്നസി കേന്ദ്രീകരിച്ചുള്ള ചർച്ച് ഓഫ് ഗോഡും തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തദ്ദേശീയമായ ഒരു പെന്തക്കോസ്ത് സഭ എന്ന നിലയിൽ ഇന്ത്യക്കാരിൽ ആരംഭിച്ച് ഭാരത തനിമയോടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് IPC. ഉപദേശ സമാനതകളുള്ള നിരവധി ഇതര പ്രസ്ഥാനങ്ങളും ഈ മഹത് സത്യത്തിൻ്റെ പ്രചാരകരായി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. നമ്മളെക്കുറിച്ച് പൊതുവെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു 3 അപവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായി പറയുന്നത്, നമ്മൾ വിദേശീയരായ പാശ്ചാത്യരായ സായിപ്പന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയുടെ തനത് സംസ്കാരങ്ങളും മൂല്യങ്ങളും പരിത്യജിച്ച് വിദേശികൾക്ക് ഇന്ത്യയെ കൊടുത്തു. മറ്റൊരു പദം പറയുന്നത് വിറ്റു. രണ്ടാമത്തെ ഒരു അപവാദം, നമ്മൾ മതപരിവർത്തന ലോബിയാണ്. മൂന്നാമത്തെ ഒരു അപവാദം, നമ്മൾ മുമ്പ് പറഞ്ഞ 2 വിഷയം പോലെയും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മളാരും രാജ്യസ്നേഹികളോ ഇന്ത്യയുടെ മഹത്തരമായ പാരമ്പര്യ മൂല്യങ്ങളിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളുമാണ്. പ്രധാനപ്പെട്ട ഈ 3 ആരോപണങ്ങൾക്ക് ഞാൻ ഒരു ഹ്രസ്വമായ മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒന്നാമത്, ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ബൃഹത് രാജ്യം സത്യത്തിൽ ഇന്ത്യ എന്ന ഒരു പേരിന് അർഹമാകുന്നത് 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നറിയപ്പെടുന്ന AO ഹ്യൂം രൂപീകരിച്ച ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആവിർഭാവത്തോടെയാണ്. അതിനു മുമ്പുള്ള ഇന്ത്യ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന ചെറുകിട രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷനാണ്. ഇന്ത്യ എന്ന പേര് പോലും വൈദേശികമാണ്. അവിടെ കുട്ടികൾ നിശബ്ദരായിട്ടിരിക്കണേ, സംസാരമൊന്നും പറ്റില്ല. ആ പേര് പോലും വൈദേശികമാണ്. ഈ പേര് ഇന്ത്യക്ക് ഇട്ടത് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഹെറോഡോട്ടസ് ഇന്ത്യ എന്ന് പോലും അല്ല വിളിച്ചത്, ഇൻഡസ് എന്നായിരുന്നു. ആ ഇൻഡസ് എന്ന് ഉച്ചരിക്കാൻ വാറൻ ഹേസ്റ്റിങ്സിന് നാവ് വഴങ്ങിയില്ല. അദ്ദേഹത്തിന് ഉച്ചാരണ വൈകല്യം കൊണ്ട് നമ്മളെ വിളിച്ചത് ജെൻഡൂസ് എന്നായി. ഇൻഡസ് വഴങ്ങാതെ ജെൻഡൂസ് എന്ന് വിളിച്ചു. അക്ഷരം ചുളിച്ചല്ല, സാഹിബിന് നാവ് വഴങ്ങിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത്, നമ്മളിന്ന് കാണുന്ന ഒരു ഭൂപടം, അങ്ങനെ ഒരു രാഷ്ട്രത്തെ വിഭജിക്കാൻ കഴിയുന്ന വിധത്തിലെ രാഷ്ട്രീയ ഭൂമിക ആയിരുന്നില്ല ഇന്ത്യ. ഏതാണ്ട് 700ഓളം നാട്ടുരാജ്യങ്ങൾ, അത് ചിലതൊക്കെ വളരെ ദരിദ്ര രാജ്യങ്ങളും ചിലത് പ്രകൃതി സമ്പന്നമായ രാജ്യങ്ങളുമൊക്കെയാണ് നാട്ടുരാജ്യങ്ങൾ. ചില രാജാക്കന്മാരുടെ അവസ്ഥ മഹാകഷ്ടമായിരുന്നു. ഞാൻ ആ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി കഴിയും, അതിൽ എത്രയോ പ്രതാപത്തോടാണ് നമ്മുടെ സെൻട്രൽ പാസ്മാർ കഴിയുന്നത്. ഏട്ടമല നോക്കണ്ടായിരുന്നു. ഞാനത് വിശദീകരിച്ച് വരുമ്പോൾ അവരുടെ അധികാരത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 700ഓളം നാട്ടുരാജ്യങ്ങളിൽ 90% ഭരിച്ചത് ഈ രാജ്യത്തിൽ പരമ്പരാഗതമായി ഈ രാജ്യത്തുണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരായ രാജാക്കന്മാരായിരുന്നു.
മുഗളന്മാരുടെ പിന്മുറക്കാരായ കുറേ ഒരു 20% ആളുകളോളവും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ക്രൈസ്തവ പേരുള്ള ഒരു രാജാവ് മാത്രമാണ് ഭരിച്ചത്. ഒറ്റയാൾ, ഒരു ക്രിസ്ത്യാനി, അത് കേരളത്തിലാണ്. ക്രിസ്തീയ പേരുള്ള ആ ആള് എവിടെ ഭരിച്ചെന്നറിയണ്ടേ? അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കൊല്ലം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ഒക്കെ ഒരു ഭാഗത്തൊരു കൊച്ചു ഗ്രാമത്തിൽ ഭരിച്ചു. കൊച്ചു ഗ്രാമം. അതിനെ ഞാൻ പറഞ്ഞ നമ്മുടെ സെൻറ്ററിന് അതിലും വലിപ്പമുണ്ടെന്ന് പറഞ്ഞു. ചില സെൻറ്റർ ഇവിടെ ആണെങ്കിലും സഭകളങ്ങ് കോയമ്പത്തൂരായിരിക്കും, ഇതുപോലെ വലിപ്പം. അപ്പോൾ നാട്ടുരാജാക്കന്മാരുടെ അധികാരപരിധി ചെറിയൊരു സർക്കിളായിരുന്നു. അതിൽ ഒരിടത്ത് മാത്രം ഒരു ക്രിസ്ത്യാനി ഭരിച്ചു, പേരുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ഒരു രാജാവിന് വേണ്ട പേരൊന്നും അല്ലത്. അയാളുടെ പേര് വില്ലാർവട്ടം തോമാ രാജാവ് എന്നാണ്. അടുത്ത കാലത്ത് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഒരു സഹോദരൻ വണ്ടി ഇടിക്കാൻ. അപ്പോൾ നല്ല തിരക്ക് 12 വിട്ടുപോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രിവാൻഡ്രത്തും സൗരന്മാരെ വിളിച്ചിട്ട് എവിടെ എത്തി? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ശശിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ശശിയോ? ആ 12 രാജാവ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ചതാണ് ഈ രാജാവ് എന്നുള്ള വിളി. എന്നിട്ടും പത്രങ്ങൾ എഴുതുന്നത് രാജാവ്, മഹാരാജാവ്, മഹാറാണി. ഇതൊക്കെ ഭരണഘടന നിയമം മൂലം നിരോധിച്ച ടൈറ്റിലാണ്. ആ ടൈറ്റിലെ വിളിക്കാൻ പാടില്ല, നിരോധിച്ച കാര്യങ്ങളാണ്. പരസ്യങ്ങളിൽ പോലും ആ പഴയ കൊളോണിയലിസത്തിൻ്റെ അവശിഷ്ടങ്ങളായി നിലകൊണ്ട രാജാക്കന്മാരെ അല്ലെങ്കിൽ രാജ്ഞിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എച്ച് എന്നൊരു ചുരുക്കപ്പേര്, ഹിസ് ഹൈനസ്, ഹെയർ ഹൈനസ് എന്ന് ചേർക്കാറുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ചതാണ്. ഞാൻ എന്തിനാ പറഞ്ഞത്? ഇവിടെ ബഹുമാനപ്പെട്ട വേട്ടമല സാറിൻ്റെ സെൻട്രലിൽ പരസ്യവും നടത്തുന്ന ഇഷ്ടം പോലെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഈ മിക്ക അഭ്യാസികളും കുതിര കയറുന്നത് ഈ പരസ്യക്കാരനൊന്നുമില്ല. പുതിയ അഭ്യാസം പഠിച്ചിട്ട് അത് പരീക്ഷിക്കുന്ന ലാഭാണ് നമ്മുടെ വാസുമാരുടെ ശരീരം എന്നാണ് ചില ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ പ്രതികരിക്കുമെന്ന് വെച്ചു. അങ്ങനെ അപ്പം ഈ പരസ്യവും നടത്തിക്കൊണ്ടിരിക്കെ ചില ആളുകൾ വന്നിട്ട് നമ്മോട് പറയും, നിങ്ങൾ വിദേശകാരന്മാരാണ്, നിങ്ങൾ വിദേശികളാണ്, ഇത് വിദേശ പണമാണ്, ഇതൊരു വിദേശ സംസ്കാരമാണ്. അതിനൊരു മറുപടി വേണം എന്നാണ് ഞാൻ ആമുഖമായിട്ട് ഉദ്ദേശിച്ചത്. എന്ത് കാരണം? ഇന്ത്യ ആരാണ് വൈദേശികർക്ക് വിറ്റത്? ഈ നാട്ടുരാജാക്കന്മാർ തമ്മിൽ നല്ല കലഹമാണ്. അടുത്തടുത്ത് കിടക്കുന്ന നാട്ടുരാജാക്കന്മാർ കലഹിക്കുന്നു. ഈ കലഹം നിസാര കാര്യങ്ങൾക്കാണ്. അങ്ങനെ കലഹം മൂത്ത് വരുമ്പോൾ ഇവർ തമ്മിൽ അടിക്കും, യുദ്ധത്തിലേക്ക് കടക്കും. യുദ്ധം പലതരം ഘടകങ്ങളെ ആശ്രയിച്ച് അതിൻ്റെ വിജയം. ഒന്ന് യുദ്ധത്തിനെത്തുന്ന സമയം. ചില പറയില്ല അവൻ്റെ സമയം മോശമായിരുന്നു, സമയം മോശമാണ്, യുദ്ധം നോക്കുമെന്നാണ് ഒരു സങ്കല്പം. യുദ്ധത്തിന് പുറപ്പെടേണ്ട സമയം, രാഹുകാലമൊക്കെ നോക്കി അത് ഒഴിവാക്കി വേണം പോകാൻ. കൂടാതെ മുമ്പേ സാക്ഷ്യം പറഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ അന്നത്തെ ആളുകളെല്ലാം നല്ല അഭ്യാസികളാണ്, ഭയങ്കര അഭ്യാസികൾ. അതിൻ്റെ തത്വവും നിയമവും എല്ലാം പാലിച്ച് യുദ്ധം ചെയ്യും പഠിച്ച മനുഷ്യരാണ്. എന്നിരുന്നാലും എല്ലാ ശീലവും പാലിച്ചാലും ചിലപ്പോൾ യുദ്ധം നോക്കുമെന്നൊരു ഭയം രാജാക്കന്മാർ തമ്മിൽ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ 1600 AD ബംഗാളിലെ പ്രസിദ്ധനായ ഒരു ഭരണാധികാരിയെ തോൽപ്പിച്ചുകൊണ്ട്, സിറാജ് ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു. കമ്പനിക്ക് പട്ടാളമുണ്ട്, കമ്പനിക്ക് പണമുണ്ട്. ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ഇന്ത്യയിലേക്ക് അങ്ങ് ബംഗാൾ വഴി കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർക്ക് മനസ്സിലായി, ഇതാ ഇങ്ങനൊരു കമ്പനി വന്നിരിക്കുന്നു, അവർക്ക് നമ്മുടെ കുരുമുളക് വേണം, തേക്കുംതടി വേണം, ചന്ദനമരം വേണം, കയറ് വേണം. പകരം അവർ
ഇങ്ങോട്ട് സ്വർണം, വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ തരും. അങ്ങനെ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ട് വരുമ്പോൾ ഈ യുദ്ധം തമ്മിലടി ഇവിടെ നടക്കുക. അപ്പോൾ ഒരു രാജാവിന് പിടികിട്ടി യുദ്ധത്തിൽ താൻ തോക്കും. തോൽവി മണക്കുന്ന രാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറയും, ആ പട്ടാളത്തെ ഞങ്ങൾക്കൊന്ന് വിട്ടേക്കണം. കമ്പനി ഇത് കേൾക്കാനിരിക്കുകയാണ്, വിട്ടേക്കാം. കമ്പനി കുറേ ആ പ്രശ്നം പരിഹരിച്ചേക്കാം. ഈ ചില ആളൊരു പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ഒന്നുകൂടെ ഒന്ന് കുളമോ, അങ്ങനെ പ്രശ്നം തീർക്കാൻ ചെല്ലുന്നതാണ്. അത് ബൈബിളിലും ഉണ്ട് അതിനൊരു തെളിവ്. ഈ ശദ്രഖ് മേശക്ക് അബേദ്നെഗോവിൻ്റെ പ്രശ്നം ഞങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ കുറേ ആളുകൾ തീയിലിടാൻ വന്നു. അവന്മാരാദ്യം ഒന്ന് കത്തിക്കും. ചില പ്രശ്നം തീർക്കാൻ പോയാൽ അവരാദ്യം ഒന്ന് കത്തും. തീരും. കമ്പനി വരികയാണ്, പ്രശ്നം തീർക്കാൻ വന്നാണ്. പ്രശ്നം തീർക്കാൻ വരുമ്പോൾ കമ്പനി ചെന്ന് ഡിമാൻഡ് വെച്ചു, നിങ്ങളുടെ 4 ചുറ്റും ശത്രുക്കളാണ്. പ്രവചനപരമുള്ള ആളുകൾ പറയുന്നതായി പോയി, 4 ചുറ്റും പോരാട്ടമാണ്. ഇവിടെ നിന്നും അടി വരാം. അതുകൊണ്ട് ഞങ്ങളൊരു കണ്ടോണമെൻ്റ് ഇവിടെ രൂപീകരിച്ച് ആരും ഇങ്ങോട്ട് വരാത്ത ഒരു പ്രതിരോധം തീർക്കും. നമ്മൾ പറഞ്ഞാലെന്താ, അച്ഛനോട് താമസിക്കും. പട്ടാളക്കാർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അതിൻ്റെ നദീതീരമൊക്കെ പിടിച്ചു. അപ്പോഴുണ്ട് അടുത്ത ശത്രു വരും. ശത്രുക്കൾ വെറുതെ അല്ല, മുമ്പ് പറഞ്ഞ പോലെ യുദ്ധത്തിൻ്റെ ചിട്ടയെല്ലാം പാലിച്ചാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പാസ് പറഞ്ഞുള്ള നല്ല അഭ്യാസം. ദേഹത്ത് എണ്ണയൊക്കെ തൂത്ത് മെയ്വഴക്കം വരുത്തി വ്രതശുദ്ധി അനുഷ്ഠിച്ച് സൂര്യ നമസ്കാരം നടത്തി, ദണ്ഡ നമസ്കാരം നടത്തി, ഗുരുവിനെ വന്നിച്ച്, മാതാവിനെ വന്നിച്ച്, അപ്പനെ വന്നിച്ച്, അമ്മയെ വന്നിച്ച്, ഭൂമിയെ വന്നിച്ച് ചിട്ടയെല്ലാം ഒത്തുവന്നു. പിന്നെ അതിന് കുറേ രീതികളൊക്കെ ഉണ്ടല്ലോ. എന്തെന്നാ, ഗജവടിവിൽ അമർന്ന് സിംഹത്തഞ്ചം പിടിച്ച് ഏടെല്ലാം പരിപാടിയുണ്ട്. സായിപ്പിന് പക്ഷേ ഇതൊന്നും പിടിയിട്ടില്ല. എന്തായി സിംഹത്തഞ്ചമല്ല, ഗജവടിവല്ല. അവൻ തോക്കെടുത്ത് കാച്ചു. അവൻ രാഘുവാലം അറിയില്ല, സിംഹത്തഞ്ചം അറിയില്ല, വ്രതമനുഷ്ഠിച്ചിട്ടില്ല, ശത്രു സംഹാരം ഇതൊന്നും അറിയില്ല. ഇവൻ തോക്കെടുത്തങ്ങ് കാച്ചി. ഒറ്റ പരിപാടി കാച്ചി. ഇന്ത്യ മൊത്തം അവൻ്റെ കയ്യിൽ. ആരാ മാഷ ഇന്ത്യ വിറ്റേ? ആരാ വിദേശിക്ക് ഇന്ത്യ വിറ്റേ? പാവം ഞങ്ങളോ? ഈ പാവഭാരമൊക്കെ ഞങ്ങളുടെ തലയിൽ വെക്കാതിരിക്കൂ. ഇന്ത്യ മൊത്തവും ചില്ലറയുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തീരെഴുതി വിറ്റവൻ്റെ കൊച്ചുമകൻ ഞങ്ങൾ വന്നിട്ട് പറയാ, നിങ്ങൾ വിറ്റെന്ന്. മാഷ ചരിത്രം പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. അതിനാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഒരുത്തനെ, ക്രിസ്ത്യാനി പേരുള്ള ഒരുത്തനെ ഭരിച്ചിട്ടുള്ളൂ. അയാളുടെ പേരാ പറഞ്ഞ വില്ലാർ വട്ടം തോമാ രാജാവ്. അയാളും കണക്കായിരുന്നു. ഇല്ല, അയാളേതാണ്ട് ശ്രേഷ്ഠനാണെന്നും നമുക്ക് അഭിപ്രായമില്ല. ഇന്ത്യ മൊത്തവും ചില്ലറയുമായി തീരെഴുതി കൊടുത്തു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ നടക്കുമ്പോൾ രാജ്യസ്നേഹികൾ പലരും രംഗത്തില്ല. ബ്രിട്ടീഷ് പക്ഷത്താണ്. ബ്രിട്ടീഷ് പക്ഷത്ത് നിന്നുകൊണ്ട് രാജാവിനെ പുകഴ്ത്തിയും രാജ്ഞിയെ സ്തുതിച്ചു മാപ്പെഴുത്തിൻ്റെ വലിയൊരു പ്രക്രിയ തന്നെ തുടർന്നു. അതൊക്കെ ഞാൻ ഒത്തിരി യൂട്യൂബിൽ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ ഒന്നാമത്തെ അപവാദം നമ്മൾ വെട്ടുന്നു. നമ്മളല്ല, ഇന്ത്യയിൽ വിദേശിക്കും വിറ്റത്. രണ്ടാമത്തെ അപവാദം, പാൽപ്പൊടി കൊടുത്തും ഗോതമ്പ് മാവ് കൊടുത്തും വൈറ്റമിൻ ഗുളിക കൊടുത്തും വസ്ത്രം കൊടുത്തും നമ്മൾ മതം മാറ്റി. ഇതൊന്നുമില്ല മാഷേ, അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കുറ്റവിചാരണ. മഹത്തരമാണ് ഇന്ത്യ. 5000 വർഷത്തിൻ്റെ പരമ്പര കൊണ്ട് നമുക്ക് അതിനെ പലരും തകർക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. മഹത്തരം, ശ്രേഷ്ഠം എന്നൊക്കെ പറയുന്ന നാവുകൊണ്ട് തന്നെ പറയുക, അത് സായിപ്പ് കൊടുത്ത പാൽപ്പൊടിക്കകത്ത് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതുവരെ നാണക്കെടുണ്ട. ഇത്രയും നാണക്കെടുണ്ട. ഇത്രയും ശ്രേഷ്ഠമുള്ള പൈതൃകമുള്ള പാരമ്പര്യമുള്ളൊരു സംസ്കൃതിയെ വൈറ്റമിൻ ഗുളിക കൊണ്ട് സായിപ്പ് നേരിട്ടെങ്കിൽ സായിപ്പ് വലിയ ഗുളിയാണ്. അപ്പോൾ അതും വിടാം. മൂന്നാമത്തെ ഒരപവാദം കൂടെ പറയാം. അതിനോട് ചേർത്ത് പറയില്ല, എന്താണെന്നറിയില്ല. 3 B. എന്തൊക്കെ 3 B എന്നറിയില്ല. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ബൈബിൾ, ബയണറ്റ് ആൻഡ് ബ്രാൻഡി. അതുവരെ മലയാളി ആരും ഇന്ത്യക്കാരനാരും കുടിക്കുകയല്ല, സായിപ്പ് ഇത് കൊണ്ടു കൊടുത്തേന്നാണ് പറയും. പക്ഷെ സോമരസത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ പ്രതിപാദ്യമുണ്ട്, അത് വേറെ കാര്യം. പോട്ടെ, ബൈബിള് അവർ പ്രചരിപ്പിച്ചു, ബ്രാൻഡ് കൊടുത്തു, ബയണറ്റ് കൊണ്ട് ആക്രമിച്ചു. ഇതും തെറ്റാണ്.
എന്താണ് കാരണം? ഇന്ത്യയിൽ ബൈബിൾ പ്രചരിപ്പിക്കുന്നതിനെ ഏറ്റവും അധികം എതിർത്ത് തരാന്നറിയണ്ടേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർക്ക് ഇതിൽ താല്പര്യമില്ല. ബ്രിട്ടീഷുകാരൻ പള്ളി പണിതു നമുക്ക് വേണ്ടിയല്ല. ആ രാജ്യത്ത് നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്തുന്ന സായിപ്പിനെ ആരാധിക്കാൻ അവൻ പള്ളി കെട്ടി. നമുക്കൊന്നും കൂടെ പ്രവേശനമില്ല. അപ്പം അവർക്ക് ഈ പത്രമില്ല. മാത്രമല്ല, ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ വരുന്ന ആളുകളെ വഴി തടഞ്ഞു, അവരുടെ വിസ തടഞ്ഞു. സാക്ഷാൽ വില്യം കയറിയും വിസ ഇല്ലാതെ 3 മാസം കപ്പൽ വഴി അടഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ ഇറക്കത്തില്ല. കാര്യത്തിലുള്ളൂ, നിങ്ങൾ ഈ സുവിശേഷം പറഞ്ഞാൽ ആളുകൾ ബോധവൽക്കരിക്കപ്പെടും, ആളുകൾക്ക് വിവേകമുണ്ടാകും, അവർക്ക് അറിവുണ്ടാകും. ഏതിരുട്ടിലും ജ്വലിക്കുന്ന അഗ്നിയാണ് സുവിശേഷം. ഒരു കാറ്റിനും ഊതിക്കെടുത്താൻ കഴിയാത്ത അതിൻ്റെ ജ്വാലയിൽ മനുഷ്യരാശി ഇരുട്ടിൻ്റെ കരിമ്പട കോട്ടകളെ ചുട്ടരിക്കും. ചരിത്രമുടനീളം കാട്ടിക്കൊടുത്ത അജയ്യമായ ആ മാതൃകയാണ് സുവിശേഷത്തിന്റെ തനിമ. അത് ആഫ്രിക്കയിൽ, അന്റാർട്ടിക്കയിൽ, അമേരിക്കയിൽ, മായൻ സമൂഹങ്ങൾക്കിടയിൽ, ഇൻകാ സമൂഹങ്ങൾക്കിടയിൽ, ദ്രാവിഡർക്കിടയിൽ, ആര്യന്മാർക്കിടയിൽ, ലോകത്തിന്റെ സകല മണ്ഡലങ്ങളും മനുഷ്യരാശിയുടെ സ്പർശം എവിടെയൊക്കെയുണ്ടോ സുവിശേഷം ആ ഇരുളിനെ എന്നേക്കും നശിപ്പിച്ചിട്ട് വെളിച്ചത്തിന്റെ ആധിപത്യം സൃഷ്ടിച്ചു. അതിന്റെ ദീപശില കെട്ടടക്കാൻ കരുത്തുള്ള ഒരു ശക്തിയും 2000 ആണ്ടായി ഉലകം കണ്ടിട്ടേയില്ല. ആ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷത്തിന്റെ സമഗ്രമായ ആശയം ഒരിക്കൽ കൂടി ഘോഷിക്കുന്നു. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇത് പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഇത് പറയാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട്, അഭിമാനമുണ്ട്. തിരിച്ചു വരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതൊന്നും ചെയ്തില്ല. പിന്നെ ഇതാരാ ചെയ്തത്? അപ്പോൾ വില്യം കയറിയതാ, ബെഞ്ചമിൻ ബെയ്ലിയതാ, ഇന്ത്യയിലേക്ക് വന്ന സുവിശേഷകരാരാ? വില്യം കയറിക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിസ നിഷേധിച്ചപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം മറ്റൊരു പണി ചെയ്തു. ഡച്ച് ആധിപത്യ കോളനികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഡച്ചുകാരുടെ കയ്യിൽ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഡച്ചുകാരുമായി ഇടപെട്ട് ഇടനിലക്കാരോട് സംസാരിച്ച് അവർക്ക് സ്വാധീനമുള്ള ഇടത്തേക്ക് വില്യം കയറി വന്നു. ഡച്ചുകാരുടെ വിസയിലാണ് ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ കോളേജിന് ശത്രുക്കൾ ആക്രമണം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് പ്രസ്സിന് തിരിയിട്ടു. അദ്ദേഹം തുടങ്ങി വെച്ച പല പദ്ധതികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. വാക്കുകൊണ്ട് നശിപ്പിക്കാൻ, സമ്മർദ്ദം കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു, അധികാരം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ വില്യം കയറി പിന്തിരിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ വില്യം കയറി ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി, ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പനൊരു സുവിശേഷകനായിരുന്നു. താങ്കൾക്ക് ഇന്ത്യൻ മണ്ണിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ജീവിതം കൊണ്ട് അദ്ദേഹം മറുപടി കൊടുത്തു. 26 ഭാഷകളിൽ, ഇന്ത്യൻ ഭാഷകളിൽ ഈ പുതിയ നിയമം വിവർത്തനം ചെയ്തു. 1993 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ വില്യം കയറിയുടെ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ലോകത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷകനെ രാഷ്ട്രം ആദരിച്ചിട്ടുണ്ടെങ്കിൽ അത് വില്യം കയറിയായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ലേ? അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ വന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സാമ്പത്തികമായ അഭിവൃദ്ധിയുടെയും നാട് വിട്ട് ഇന്ത്യയിലെ കഷ്ടതയ്ക്കുള്ളിൽ ഇന്ത്യയോട് ഇഴുകിച്ചേർന്ന് മലേറിയ ബാധിച്ച മക്കൾ മരിച്ചടങ്ങിയപ്പോൾ അവരെയൊക്കെ സ്വന്തം കൈകൊണ്ട് കുഴിയെടുത്ത് സംസ്കരിച്ച് ഈ മണ്ണിൽ അദ്ദേഹം ത്യാഗിയായി ജീവിക്കുന്ന രക്തസാക്ഷിയായി. അദ്ദേഹം ഇന്ത്യയിൽ ചെയ്തെടുത്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചെങ്കിൽ ലോകമേ അറിയുക, സുവിശേഷം അത് കാലത്തെ അതിജീവിക്കുന്ന ദൈവശബ്ദമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ ആദരിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ഞങ്ങൾ പ്രസംഗിച്ച പരസ്യോഗം, ഞങ്ങൾ നൽകിയ ലഘുലേഖ, ഞങ്ങൾ ആരംഭിച്ച പ്രവൃത്തി അതിൻ്റെ വേല തികച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ നിവൃത്തിയിലേക്ക്, ആ ദർശനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് അത് ബന്ധപ്പെട്ട് ചെന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അവരെ കൂടെ പ്രവർത്തിച്ചപ്പോൾ എതിരായിരുന്നു രാഷ്ട്രം, വല്ലാതെ എതിർത്തു. പക്ഷെ അറിയണ്ടേ, ഇന്ത്യക്കാരൻ ഈ BA എന്നും MA എന്നും ഒക്കെ കേട്ടു തുടങ്ങിയത് വില്യം കയറി വന്ന ശേഷമാണ്. ഇന്ത്യയിൽ ആദ്യമായി BA ബിരുദം കൊടുത്തു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കോളേജിൽ നിന്നാണ്. ഡച്ച് രാജാവിൻ്റെ അനുമതിയോടുകൂടി ഡച്ച് രാജാവ് ഒപ്പിട്ട BA MA കടലാസുകൾ
ഇന്ത്യക്കാരൻ കൈപ്പറ്റിയത് മഹാനായ വില്യം ഗേറിയുടെ സെനറ്റ് ഓഫ് ഷെറാംബൂർ കോളേജിൽ നിന്നാണ്. എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? നാടിൻ്റെ സാർവത്രിക വിമോചനത്തിനു വേണ്ടി പടപൊരുതുന്ന പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ സാമൂഹ്യ മേഖലയിൽ ഇടപെടുന്ന ശക്തിയാണ് പെന്തക്കോസ്തലിസം. അതുവരെ ഇന്ത്യക്കാർ കേട്ടിരുന്ന ബിരുദം പണ്ഡിറ്റ് എന്നായിരുന്നു. പണ്ഡിറ്റ് നെഹ്റു അതൊരു ബിരുദമാണ്. നമ്മുടെ എല്ലാം പേരിൻ്റെ കൂടെ പണ്ഡിറ്റ് എന്നൊന്നും വെച്ചാൽ അതൊന്നും ഏക്കാൻ പോകുന്നില്ല. ചിലരങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നല്ലത്, അതെങ്കിലും ഉണ്ടല്ലോ, നിൽക്കട്ടെ. ഇനി പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെയൊക്കെ പേരുണ്ട് സാമൂഹിക പരിഷ്കർത്താക്കൾക്ക്. അതൊക്കെ അംഗീകൃത ബിരുദങ്ങളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബിരുദം ആദ്യം കൈപ്പറ്റിയത് നമ്മളെപ്പോലെ അന്യഭാഷ പറയുന്നൊരു സഹോദരിയായിരുന്നു, പണ്ഡിത രമാഭായി. രാഷ്ട്രം കൊടുത്ത ആദരവാണ്. ചിലരൊക്കെ വിചാരം ഞങ്ങൾ മാനത്ത് നിന്നാണ്ട് പൊട്ടിമുളച്ചാണ്. അല്ലല്ല, ഇവിടെ തന്നെ ഉള്ളവരാ. അങ്ങനെയൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പോകാനാണെങ്കിൽ എത്ര നാൾ മുമ്പ് പോകേണ്ടതാ? അതൊക്കെ ചിലരെ വ്യാമോഹം മാത്രമാണ്. ഇവിടെ ജനിച്ച്, ഇവിടുത്തെ വായു ശ്വസിച്ച്, ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, ഇവിടെ നികുതി അടച്ച്, ഇവിടെ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ തന്നെ കാണും. സന്തോഷമല്ലേ? നിങ്ങൾക്കൊരു സന്തോഷമില്ലാതെ അമേരിക്കയിൽ പോകാനാണെന്നല്ലേ? അത് നടക്കട്ടെ. നമ്മൾ വിശ്വപൗരന്മാരാണ്. നമ്മളിനി എവിടെയെങ്കിലും ഓടിക്കുകയാണോ? ഓടിച്ചു, എവിടെയാണെങ്കിലും ഓടിച്ചു, ഒരു പ്രശ്നമാക്കുന്നില്ല. ഇനി ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞ് പ്രധാന ഉള്ളടക്കത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവിന് ഏതാണ്ട് 600-700 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്ര പ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണം ഉണ്ടായിരുന്നു ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഏഷ്യ മൈനറിൽ. ഏഷ്യ അഥവാ ആസ്യ എന്ന് ബൈബിളിൽ കാണുമ്പോൾ ഇന്നത്തെ ഏഷ്യയല്ല, അതൊന്ന് ധരിക്കണം. ആധുനിക തുർക്കിയാണ്. എർദോഗനൊക്കെ ഭരിക്കുന്ന തുർക്കിയുടെ ഭാഗം. എഫസോസും സ്മുർണയും തിയത്തൈരിയും ഫിലദൽഫിയയും അതുപോലെ നമ്മുടെ പെർഗമോസും ഒക്കെ നിലകൊള്ളുന്ന സ്ഥലമാണ് ഈ ആസ്യ എന്ന തുർക്കി. ആ തുർക്കിയിൽ കൊലോസി എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശം, മലയാളത്തിൽ കൊലോസിയ. ഈ കൊലോസിയിൽ 3 തരം മനുഷ്യർ പാർത്തിരുന്നു. 3 തരം ആളുകൾ. ഒന്ന് റോമക്കാരായിരുന്നു, മറ്റൊന്ന് വളരെ കുറച്ച് ജൂതന്മാരായിരുന്നു, ഇനിയും ഒരു കൂട്ടർ ഭൂരിപക്ഷം വരുന്ന ഗ്രീക്കുകാരായിരുന്നു. 3 തരം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംസ്കാരത്തെ കൊലോസി പ്രതിനിധീകരിച്ചു. ആ കൊലോസിയിൽ അതിൻ്റെ അടുത്ത് എഫസോസുണ്ട്, സ്മുർണയുണ്ട്, തുയത്തൈറയുണ്ട്, ഹിയരപ്പൊലീസുണ്ട്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളും കൂടാതെ പറയുന്നതാണ് ഹിയരപ്പൊലീസുമൊക്കെ. ലവോദിക്കുണ്ട്. പക്ഷെങ്കിൽ ഇവയുടെയൊക്കെ പരാമർശം കേട്ടിട്ടുണ്ട് നമ്മൾ. ഈ സഭകളിൽ പലതും സ്ഥാപിക്കാൻ പൗലോസ്ലീഹയും സന്തത സഹചാരികളും 3 തവണ നീണ്ടു നിന്ന മിഷനറി പ്രയാണം നടത്തിയിട്ടുണ്ട്. ആ മിഷനറി യാത്രകളുടെ വിവരണമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി എത്ര വായിച്ചാലും നിങ്ങൾക്ക് കൊലോസ്യ എന്നൊരു സ്ഥലം കണ്ടുപിടിക്കാനാവില്ല. അവിടെയും അങ്ങനൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഈ കൊലോസ്യ സഭയുടെ സ്ഥാപകൻ പൗലോസല്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവരാണ് കൊലോസ്യരെ നിങ്ങൾ 1:9 പറയുന്നു. നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ല, നമ്മൾ തങ്ങളിൽ കണ്ടിട്ടില്ല. സോ ഈ ചർച്ചിൻ്റെ സ്ഥാപകൻ പൗലോസിൻ്റെ സുഹൃത്തും പൗലോസിൻ്റെ വിദ്യാർത്ഥിയും സന്തത സഹചാരിയുമായ എപ്പഫ്രാസ് എന്നൊരു സഹോദരനാണ്. അദ്ദേഹമാണ് ഈ സ്ഥലത്ത് പ്രസംഗിച്ചത്, പഠിപ്പിച്ചത്, ആളുകളെ ബോധവൽക്കരിച്ചത്. അവിടെ ചെറിയൊരു സഭയുണ്ടായി. ഇതുവരെ കുഴപ്പമില്ലാതെ ആ ചർച്ച പോകായിരുന്നു. ആ ചർച്ചിൽ കുറെ ഗ്രീക്കുകാർ മാനസാന്തരപ്പെട്ടു വന്നു. ഗ്രീക്കുകാർക്ക് ഒരു പ്രത്യേകത, അവർ വലിയ പണ്ഡിതന്മാരാണ്, വലിയ അന്വേഷകരാണ്. അവർക്ക് ഏത് ഘട്ടത്തിലും നൂതനങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അറിവ് ചില്ലറയല്ല. അവരുടെ അറിവിൻ്റെ ആ വിശാലമായ തണലിലാണ് ഇന്നും ശാസ്ത്രവും ചരിത്രമൊക്കെ വളർന്നത്. വിശാലമല്ല, ഞാൻ പറഞ്ഞല്ല, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് പേര് വിളിച്ച ആൾ ഗ്രീക്കുകാരനാണ്, ഹെറോഡോട്ടസാണ്. അവരുടെ സ്വാധീനത്തിൻ്റെ ശക്തി അറിയാൻ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ കുറേ പദങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ. ഒഫ്താൽമോളജി, നമ്മൾ ഓർത്തോയെ കാണാൻ പോവുക, ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോവുക, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഗ്രീക്ക് വീടുകളാണ്, ഗ്രീക്ക് ശബ്ദങ്ങളാണ്. നോക്കണേ, പൈഡിയ, ആ പദത്തിൻ്റെ അർത്ഥം കുഞ്ഞെന്നാണ്. പീഡിയാട്രീഷ്യൻ,
ചുരുക്കി പറഞ്ഞാൽ ഈ മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നത് ബൈബിളിലെ പദങ്ങളാണ്. ബൈബിളിലുണ്ട് ഇതല്ല. ഈ പദങ്ങളെല്ലാം ഗ്രീസിൽ നിന്ന് വന്നാണ്. അത് വൈദ്യശാസ്ത്രത്തിന് പേരുകെട്ട സ്ഥലമാണ്. അത് മാത്തമാറ്റിക്സിന് പേരുകെട്ട സ്ഥലമാണ്. കുട്ടികൾ പഠിക്കുന്ന 2πr-ഉം πr² സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ അവിടെ നിന്ന് വന്നാണ്. മുതിർന്നവർക്ക് ഇത് വല്ലതും പിടിയിട്ടുന്നുണ്ടോ? തീറ്റ എന്താണ്? തീറ്റ എല്ലാവർക്കും അറിയാം. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ വന്ന സ്ഥലമാണ് ഈ ഗ്രീസ്, വിശാലമായ ഗ്രീസ്. അരിസ്റ്റോട്ടിൽ ഒരു ഡോക്ടറായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്. നല്ല വിവരമുള്ള മനുഷ്യർ. അപ്പോൾ വിവരമുള്ള 10 പേര് ചർച്ചിനുള്ളിൽ വന്നാൽ നമുക്കൊരാശ്വാസമാണെന്നൊക്കെ തോന്നും. അത് തോന്നില്ല, നമുക്ക് ശല്യമാണ്. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. സാറിന് അറിയാൻ തോന്നുന്നു, ഈ മിക്ക സെൻറ്ററുകളിലെ ഈ സഭകളിലെയൊക്കെ പ്രശ്നമെടുത്താൽ അത് അറിവില്ലാത്തൊരു മനുഷ്യൻ്റെ അറിവുകേടിനാൽ സംഭവിക്കുന്നതല്ല, വലിയ ബുദ്ധിമാൻ്റെ അതിബുദ്ധി കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ചില പ്രശ്നങ്ങൾ. ഒരു സെൻറ്ററിലെ, ഒരു സഭയിലെ, ഒരു പ്രസ്ഥാനത്തിലെ പ്രശ്നത്തിൻ്റെ മുഴുവൻ കാരണം അന്വേഷിക്കുക എന്നാൽ മനസ്സിലാകും ഈ കമ്മിറ്റിയിൽ വന്ന് മിണ്ടാതിരിക്കുന്നവനാണ് സകലസഭയിലെയും പ്രശ്നത്തിൻ്റെ കാരണം. അതിന് അഭിപ്രായം പറയാൻ മിണ്ടുകയല്ല. സാറേ അങ്ങനെയുള്ളവരെ കാണുമ്പോഴേ മനസ്സിലായിക്കോണം, പുറത്ത് പോയി ബോംബിടാനാ പുള്ളിയും മിണ്ടാതിരിക്കുന്നത്, അനങ്ങാതിരിക്കുന്ന രണ്ടാണ് ഗുണം. ആ പ്രോഗ്രാം വിജയിച്ചാൽ പറയും എനിക്കറിയാമായിരുന്നു ഒരു ആത്മനടത്തിപ്പതിലുണ്ടായിരുന്നു, ഞാനതുകൊണ്ടാണ് കൂടുതൽ പറയാൻ. പരാജയപ്പെട്ടാൽ പറയും ഞാനതാണ് മിണ്ടാതിരുന്നത്, എനിക്കറിയാം ഇതിങ്ങനെ വരുന്നത്. അഭിപ്രായം ഇല്ലാത്തവനാണ് ഒരു സമൂഹത്തിൻ്റെ നാശത്തിൻ്റെ പ്രധാന കാരണം. മനസ്സിലായില്ലേ? നിയമസഭയിലൊക്കെ ചിലർ പോയാൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ആകെപ്പാടെ അറിയുന്ന എങ്ങനെ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ പോയാൽ ചിലരുണ്ടെന്നറിയുന്നത് കോഴിക്കോടിൻ്റെ പോലും നിലവാരമില്ലാത്തൊരു വെയിറ്റ് പണിതിട്ട് 50 ലക്ഷം രൂപ ചിലവിൽ ഫണ്ടിൽ നിന്ന് പണി കഴിപ്പിച്ചു. നമ്മളത് 50 എണ്ണം പണിയാണ് അതേ സാധനം അല്ലേ, 50 എണ്ണം രൂപത്തിൽ പണിയാണ്. നോക്കണേ, ഇതിനപ്പുറത്തേക്ക് എന്താ വരാത്തത്? ആ സംഭാഷണങ്ങളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ അവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിലെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് സ്വകാര്യങ്ങളായ നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായി കാലം സമ്മതിക്കും അയാളുടെ അഭിപ്രായം അതിന് വിലയുണ്ടായിരുന്നോ, കാലമേറെ കഴിഞ്ഞായിരിക്കും അത് തെളിയിക്കപ്പെടുന്നത്. കൊലോസ്യ സഭയിലും ചില ആളുകളുണ്ടായി. അവർ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ സഭയിൽ പ്രചരിപ്പിച്ചു. അത് നിങ്ങൾ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ ഒന്ന് പറയുകയാണ്. അവർ യേശുവിനെ കുറിച്ച് ചർച്ച ചെയ്താൽ, അല്ലാതെ കമ്മിറ്റിയോ ഫണ്ടോ സെക്രട്ടറി ആകുന്ന കാര്യമോ ട്രഷറാകുന്ന കാര്യമോ പ്രസിഡൻ്റാകുന്ന കാര്യമോ ഒന്നുമല്ലായിരുന്നു അവരുടെ ചർച്ച. അവരുടെ ചർച്ചയുടെ ആധാരം, അവരുടെ ചർച്ചയുടെ ഉള്ളടക്കം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ചർച്ചാ പരിസരത്ത് ഇരുന്നു വന്ന കാര്യം യേശു ക്രിസ്തു എന്ന വ്യക്തിയെ പറ്റിയാണ്. അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. എന്താണെന്ന് പറയണ്ട, അവർ പറഞ്ഞു മനുഷ്യരിൽ ദേഹം, ദേഹി, ആത്മാവുണ്ട്. അതൊരു സത്യം. ട്രൈക്കോട്ടമസാണ് മനുഷ്യൻ. 3 ഘടകങ്ങൾ: ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. തർക്കമില്ലല്ലോ. എന്താണ് ഈ ദേഹം? ദേഹം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ കൺവെൻഷൻ നടക്കുന്നതല്ല, ദേഹി ആത്മാവ് ഉള്ളതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? ദേഹി ആത്മാവ് ഉള്ളതുകൊണ്ടല്ല ഞാനിവിടെ വന്നതും നിങ്ങളിവിടെ വന്നതും ശരീരമാണ്. പ്രസൻസ്, നമ്മുടെ ശരീരത്തിൻ്റെ ആ സാന്നിധ്യമാണ് വാസ്തവത്തിൽ ദേഹം. നമ്മളിവിടെ ഉണ്ട്, ആ പ്രസൻസാണ്. ശരീരം സുപ്രധാനമാണ്, തർക്കമൊന്നുമില്ല. എന്നാൽ ആത്മാവ് എന്താണെന്ന് നമുക്കറിയാം. അത് എല്ലാവരും ഒരുപക്ഷെ ആത്മാവിനെ അംഗീകരിക്കുന്നവരുണ്ടാവില്ല. ക്രൈസ്തവരായി നമുക്ക് ആത്മാവ് എന്നൊരു ചിന്തയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ട്. എന്താണ് ആത്മാവ്? ആത്മാവ് എന്ന് പറയുന്നത് നമ്മിലെ ദൈവാംശമാണ്. ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ദൈവത്തിൻ്റെ പാർട്സ്, ദൈവം തന്നിട്ടുള്ള ദൈവാംശമാണ് ആത്മാവ്. തൽക്കാലം അത്രയും വിശദീകരണം കൊണ്ട് അവിടെ നിൽക്കട്ടെ. പലർക്കും അറിയാത്തൊരു കാര്യം, ഈ ദേഹി എന്താണ്? ദേഹി എന്നുള്ള കാര്യങ്ങൾ ചിലർക്കറിയില്ല. എന്നിട്ട് നമ്മുടെ ഒരു പാട്ടിലുണ്ട്, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും. ആ പാട്ടിലൊരു തെറ്റുണ്ട്. ദേഹിക്ക് ക്ഷയിക്കാനാവില്ല, ദേഹത്തിനെ ക്ഷയിക്കാൻ പറ്റും. നാളെ മുതലെങ്കിലും പാട്ടുകാർ തിരുത്തി പാടിക്കണം. ദേഹിയല്ല ക്ഷയിക്കുന്നത്, ദേഹമേ ക്ഷയിക്കുള്ളൂ. ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാണെങ്കിലും ദേഹം ക്ഷയിക്കും, ദേഹി ക്ഷയിക്കില്ല. എന്താണ് കാരണം? ദേഹി എന്ന് പറയുന്നത് ചിന്ത, നിരൂപണം, ബുദ്ധി, അറിവ്, വിവേകം, വികാരവിചാരങ്ങൾ ഇവയുടെ ഇരിപ്പിടത്തെയാണ് ദേഹി എന്ന് പറയുക. ദേഹി മനുഷ്യനുമുണ്ട്, മൃഗത്തിനുമുണ്ട്. ശരീരം മനുഷ്യനുമുണ്ട്, മൃഗത്തിനുമുണ്ട്. ദേഹി മൃഗങ്ങൾക്കില്ലേ? ഉണ്ട്. എന്താ കാര്യം? നമ്മളിവിടെ ഞാൻ പാർത്തിരുന്ന മല്ലപ്പള്ളിയിൽ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ ചിലർ കണ്ടു കാണും ടി വിയിലൂടെ. ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ബസ്സിലിറങ്ങി.
ആ കുട്ടിയുടെ അരികിലേക്ക് ഒരു നായ ഓടി വന്നു, ഒരു തെരുവ് നായ. അവളെ കടിക്കാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ആൾക്കാർ കൂടി രക്ഷിക്കാൻ നോക്കിയിട്ട് നായ വിടുന്നില്ല. നായ ഓടി വന്നു, അവളുടെ കാൽക്കൽ ഇങ്ങനെ വീണ് ആ കാലിൽ ചുംബിച്ച് കരയാൻ തുടങ്ങി. ഈ കുട്ടി ഇങ്ങനെ തഴുകി ഈ നായ അങ്ങ് ഇണക്കി. അല്പം കഴിഞ്ഞ് അവൾ അതിനെന്തൊക്കെ ഭക്ഷിക്കാനൊക്കെ മേടിച്ചു കൊടുത്ത് ഒരോട്ടോ വിളിച്ച് ഈ നായുമായിട്ട് ഒരു വീട്ടിൽ പോയി. അറിഞ്ഞറിഞ്ഞ് പത്രക്കാരും നാട്ടുകാരും പിന്നാലെ ഇവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഈ മോള് നഴ്സിങ്ങിന് വേണ്ടി പഠിക്കാൻ പോകുമ്പോൾ അവളുടെ വളർത്തുനായ ദുഃഖം കാരണം വീട് വിട്ടു പോയതാണ്. അത് പിന്നെ അങ്ങ് പൊതുവായി പോയി. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തെരുവ് നായായി. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞ് യജമാനത്തിയെ തീറ്റ കൊടുക്കുന്നവളെ കണ്ടപ്പോൾ നായ തിരിച്ചറിഞ്ഞു. നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരറിവല്ലേ. അപ്പം അതിന് ദേഹിയുണ്ട്, അതിന് ചിന്തയുണ്ട്. തീറ്റ കൊടുക്കുന്നവരറിയാം അങ്ങനെയാ. അപ്പോൾ ദേഹി അതിനുണ്ട്, ആത്മാവില്ല. സഭാപ്രസംഗി പറയുന്നു, മൃഗത്തിൻ്റെ ആത്മാവ് മീതെ മുകളിലേക്ക് പോകുന്നോ താഴേക്ക് പോകുന്നോ ആർക്കറിയാം. അവിടെ ചോദിച്ച ആത്മാവ് സോളാണ്, സ്പിരിറ്റ് അല്ല. ചുരുക്കത്തിൽ ദേഹിയാണ്. ഇനി ദേഹവും ദേഹി ആത്മാവൊക്കെ ഉണ്ടെന്ന് ഗ്രീക്കുകാരും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ദൈവം ആരാണ്? കൊലോസ്യ സഭയിലെ ഗ്രീക്ക് ചിന്തകന്മാർ പറയാൻ തുടങ്ങി, ദൈവം ആത്മാവാണ്. നമുക്കും തർക്കമില്ല, അങ്ങനെ ദൈവം ആത്മാവാണ്. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം, ആ ദൈവം ആത്മാവാണ്. ഗ്രീക്കുകാർ പറഞ്ഞു, ഗ്രീക്കുകാർ പറഞ്ഞില്ലെങ്കിലും അത് ശരിയാണ്. ബൈബിൾ പറയുന്നു, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള ഏതൊരാളും പറയുന്നു, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ഈ ഗുണഗണങ്ങളെല്ലാം ദൈവത്തിൽ സമ്മതിക്കുന്നു. പിന്നെന്താ പ്രശ്നം? അത് പറഞ്ഞു ദൈവം നല്ലവനാണ്. ആർക്കെങ്കിലും വിയോജിക്കാൻ പറ്റുമോ? ഇല്ല. അവർ പിന്നെ പറഞ്ഞു ദൈവം വളരെ 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 നല്ലവനാണ്. അതും ശരി. വീണ്ടും അവർ പറഞ്ഞു ദൈവം നീതിമാനാണ്, നീതി മാത്രമേ അവിടുത്തെ പക്കലുള്ളൂ. അതും ശരി. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ദൈവം ശരീരമെടുക്കില്ല, ശരീരത്തിൽ വരില്ല. കാരണം ദ ബോഡി ഇറ്റ്സെൽഫ് ഈസ് ഈവിൾ. ശരീരം അതിൽ തന്നെ മോശമാണ്. ശരീരം അതിൽ തന്നെ ചിന്ത കൊണ്ട്, നിരൂപണം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് പാപമംഗിലമാണ്. മാറ്റർ ഇറ്റ്സെൽഫ് ഈസ് ഈവിൾ. ദ ബോഡി ഇറ്റ്സെൽഫ് ഈസ് ഈവിൾ. ഇത് മോശമാണ്. ഇനി പറഞ്ഞു ശരീരം മലീവശമാണ്. കാരണം ഈ ദേഹമുണ്ടല്ലോ, അത് പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്തിട്ട്, പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിച്ചിട്ട്, കാഴ്ചകൾ, കേൾവികൾ, അറിവുകളെ മുഴുവൻ ഇങ്ങോട്ട് സമന്വയിപ്പിച്ചിട്ട് ശരീരത്തിനൊരു സജഷൻ കൊടുക്കും. ദാ ഇന്ന പോലെ ചെയ്യുക, ഇന്ന പോലെ ചെയ്യുക. അത് ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. തെറ്റാകുമ്പോഴൊക്കെ ആത്മാവ് ഇടപെട്ടിട്ട് പറയും വേണ്ട വേണ്ട വേണ്ട. അപ്പോഴൊക്കെ ജഡം പറയും ആകട്ടെ ആകട്ടെ എന്നൊരു ചിന്തയിൽ ജഡം ദേഹിയോട് പ്രതികരിച്ച് തെറ്റിലേക്ക് വഴിപ്പെടാം, ശരിയും ചെയ്യാം. ഈ ശരിതെറ്റുകളുടെ ആ തുലനത്തിന് വിധേയമാകുന്ന ഒരു സ്ഥലമാണ് ശരീരം. ആ ശരീരത്തിൽ തെറ്റും ശരിയും പല ഘട്ടങ്ങളിൽ മാറി മാറി വരുമെങ്കിലും തെറ്റിനാണ് പ്രാബല്യം കൂടുതലുള്ളത്, തെറ്റിനാണ് സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു ശരീരത്തിൽ വരാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ബോഡി ഈവിളാണ് സാർ, അത് മോശമാണ്. ആ ശരീരം തിന്മയ്ക്കധിഷ്ഠിതമാണ്. ഇത് പഠിപ്പിച്ചു. കേട്ടിട്ട് തോന്നുന്നു ഒരു ചെറിയ ശരിയുണ്ട്, അല്ലെന്നൊരു വലിയ ശരിയുണ്ടതിന്. അടുത്തതാണ് സ്ഥലം. അതുകൊണ്ട് ആത്മീകനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ശരീരത്തെ പരിത്യജിക്കണം. അവൻ ആത്മാവിൽ ജീവിക്കണം. എന്താ മനസ്സിലായി? പറയാം. അവനെ ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ശരീരത്തെ വലിച്ചെറിഞ്ഞു പോകാനുള്ള വ്യഗ്രതയിൽ ശരീരത്തെ ദണ്ണിപ്പിച്ച് ക്ഷീണിപ്പിച്ച് മരണം കാക്ഷിക്കണം വേഗത്തിൽ. അതുകൊണ്ട് പരമാവധി പട്ടിണി അടക്കണം, പരമാവധി ക്ഷയിപ്പിക്കണം. ഒരുതരം പരിത്യാഗ ഉപദേശം. മനസ്സിലായോ കൊലോസ്യയിൽ സംഭവിച്ചത്? ഇതിൻ്റെ പേരാ കൊലോസ്യൻ ഹെറസി. കൊലോസ്യർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ട
തെറ്റായ ഉപദേശത്തിന്റെ ഒരു തലമാണ് നോസ്റ്റിസിസം. രണ്ട്, ഈ കൊലോസ്യൻ ഹെറസിയിൽ ഏറ്റവും അപകടം ശരീരത്തിന്റെ ആ സാന്നിധ്യത്തെ തള്ളണം. അടുത്ത ഘട്ടം അല്പപ്പെട്ട കട്ടുകുട്ടി പറഞ്ഞു, വിവാഹം അനിവാര്യമല്ല, വിവാഹം പരിത്യജിക്കണം. വിവാഹിതരാണോ ദാമ്പത്യം പരിത്യജിക്കണം, ശാരീരിക ബന്ധങ്ങളെ പരിത്യജിക്കണം, മക്കൾ, അപ്പൻ, അമ്മ, ഭാര്യ ഇത്യാദി കടപ്പാടുകളിൽ നിന്ന് മാറിയുള്ള ഒരു പരിത്യാഗ ജീവിതം. ഇതാണ് കൊലോസ്യക്കാർ പറഞ്ഞത്. ഇതൊക്കെ കേട്ടാൽ നിഷ്പക്ഷനായ പ്രൊഫസർ ഈ പ്രബന്ധത്തിന് 100 മാർക്ക് കൊടുക്കും. അവർ പറയുന്നതെല്ലാം കാര്യമാണ്. പൗലോസിൻ്റെ പക്കൽ ഈ ആശയം കിട്ടിയപ്പോൾ അദ്ദേഹം പറയാം, കൊലോസ്യരെ, തത്വജ്ഞാനവും ഇത്തരത്തിലെ വഞ്ചിക്കപ്പെടുന്ന വാക്കുകളും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. കേൾക്കാൻ സുഖമുള്ള ഉന്നത ചിന്ത എന്ന് പറയും, പക്ഷെ അതിൻ്റെ ഉള്ളടക്കം കൊണ്ടെത്തിക്കുന്ന ഒരു അപകടമുണ്ട്. എന്താണ് അപകടം? പറയാം. നല്ലൊരു ദൈവം, സത്യസന്ധനായൊരു ദൈവം ജഡത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു മനുഷ്യനായില്ല എന്നാണ്. യേശുക്രിസ്തു മനുഷ്യനായില്ലെന്ന് പറഞ്ഞാലോ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്ന് അർത്ഥം. അവൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലോ നമ്മുടെ വീണ്ടെടുപ്പ് നടന്നില്ലെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലകളെ മുഴുവൻ തകർത്ത് കളയുന്ന നിഷ്ഠൂരമായൊരു പഠിപ്പിക്കൽ കൊലോസ്യ സഭയിൽ രൂപപ്പെട്ടു. ആ പഠിപ്പിക്കലിനെതിരെ അപ്പോസ്തലൻ നൽകുന്ന മുന്നറിയിപ്പാണ് ഈ ലേഖനം. അർത്ഥം മനസ്സിലായോ? കാര്യവും പശ്ചാത്തലവും പിടികിട്ടിയല്ലോ. സന്തോഷമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഞാനിങ്ങനെ ശാന്തമായി പറയുന്നതിൽ വിരോധം ഉണ്ടെങ്കിൽ പറയുക. ഞാനിത് ഒരു വൈബ്രേഷനൊക്കെ ഇട്ട് പറയാം, പ്രിയമുള്ളവരെ കൊലോസ്യ സഭയിൽ അങ്ങനെ പറയണോ? അതെല്ലാം എനിക്കറിയാം. ഇതിങ്ങനെ പറയാം, സഭയിൽ ഞാൻ ഇങ്ങനെ പറയും. ഒരു യോഗമായതുകൊണ്ടും 10 പേർക്ക് കേട്ടാൽ മനസ്സിലാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ആ വൈബ്രേഷൻ പുറത്തെടുക്കാൻ. വൈബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞുകൂടെ നിൽക്കില്ല, ശ്രദ്ധിച്ചു കിട്ടും. അപ്പോൾ കൊലോസ്യ സഭയിൽ ഇത്തരം ചിന്താഗതികൾ ശക്തമായപ്പോൾ ഇവർ പറഞ്ഞത് യേശു മനുഷ്യനല്ല, ദൈവം മാത്രം. ഈ ചില സഭയിലെ ചിന്ത നേരെ തിരിച്ചാണ്. യേശു ദൈവമല്ല, മനുഷ്യൻ മാത്രം. യേശു ദൈവമല്ല, മനുഷ്യൻ മാത്രമെന്ന് പറഞ്ഞാൽ അരിയൂസിൻ്റെ പഠിപ്പിക്കൽ അതാണ്, വേദവിപരീതമാണത്. ഈ ബോംബിട്ട സഭയില്ല കഴിഞ്ഞിടയ്ക്ക്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയൊരു സംഭവം. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീസസ് ഈസ് എ മാൻ. ഇനി അപ്പുറത്ത് ചൊല്ലി പഠിപ്പിക്കുന്നത് എന്താണ്? യേശു ആരാണ്? പക്കാ ദൈവം, മനുഷ്യനല്ല. സംവാദവേളയിൽ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താണ് സുഹൃത്ത്, ദൈവം മനുഷ്യനാകുമോ? ഉത്തരം വളരെ സിമ്പിളാ, കടികെട്ടിയൊരു മറുപടി ഒന്നും വേണ്ട. എന്താ അർത്ഥം എന്നറിയണ്ടേ? ഞങ്ങളുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു പ്രയാസമില്ല. മനുഷ്യന് ദൈവമാകാനാ പ്രയാസം. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ് ദൈവമാകുക. ദൈവം മനുഷ്യനായി എന്നത് സംഭവ്യമാണ്. വേണ്ടി വന്നാൽ ദൈവത്തിന് അമീബയാകാൻ പറ്റും, അല്ലെങ്കിൽ ദൈവം സർവശക്തനല്ലെന്ന് വരുന്നു. ഗോഡ് ക്യാൻ. ആര് പറഞ്ഞു സർവശക്തന്റെ പ്രവൃത്തിക്ക് അതിരുകൽപ്പിക്കാൻ ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും? ആ ചിന്തയാണ് വിശുദ്ധ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ചോദിക്കുക, അല്ലയോ കൊലോസ്യരെ, നിങ്ങൾ പറഞ്ഞു യേശു ഒരു മനുഷ്യനാ, യേശു ദൈവം മാത്രമാണ്. അപ്പം ഞങ്ങളൊരു മനുഷ്യനെ കണ്ടല്ലോ, ക്രൂശിൽ കിടക്കുന്ന, അടിയറ്റ് വാങ്ങുന്ന, പങ്കപ്പാട് സഹിക്കുന്ന, പീഡ സഹിക്കുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ പരിചയപ്പെട്ടല്ലോ. ആ മനുഷ്യനാരാ? അവരത് മനുഷ്യനല്ല. പിന്നെ അതേ നമുക്ക് ബോധ്യം വരാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനായി ഒന്ന് പ്രകടിപ്പിക്കപ്പെട്ടു വന്നാണ്. ആക്ച്വലി മനുഷ്യനല്ല, ഒരു തരം ഫാൻഡം കണക്കിൽ. മനസ്സിലായില്ല? ഫാൻഡം എന്നൊരു കഥയുണ്ടല്ലോ, ആ കഥയിലെ ഫാൻഡം കണക്ക് മലയാളികളായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ലുട്ടാപ്പി കണക്ക്, മായാവി കണക്ക്. ഒരാളുണ്ടെന്ന് തോന്നും, പക്ഷെ ആളില്ല. ഇത്തരത്തിലൊരു സ്പിരിറ്റാണ് യേശുവെന്ന് കൊലോസ്യക്കാർ പഠിപ്പിച്ചു. ഇതിനെതിരെയുള്ള ഒരു നിലപാട് പ്രഖ്യാപനമാണ് ഈ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും യേശുക്രിസ്തുവിൽ ഒരുപോലെ സന്നിവേശിക്കുന്നു എന്ന് പറയാനാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഇവിടെ കാണാൻ സാധിക്കുന്ന
ആ ചിന്ത, അതിൻ്റെ തുടർച്ച നമ്മൾ ശ്രദ്ധിക്കണം. പരിമിത സമയത്തുണ്ടെങ്കിൽ അത് സംക്ഷേപിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ച് തെറ്റായ വാദഗതികൾ, അഭിപ്രായങ്ങൾ മുമ്പോട്ട് വെച്ച കൊലോസ്യ സഭയെ യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ വചനത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലൻ ഉന്നയിച്ച ഏറ്റവും ശക്തമായൊരു കാഴ്ചപ്പാട് നമ്മൾ വായിച്ചു. ആരാണ് ക്രിസ്തു യേശു? ഈ ചോദ്യത്തിന് കുറെ കൂടി ആഴത്തിലിറങ്ങിയ ഒരു അന്വേഷണം വേണ്ടിവരുന്നു. കാരണം ഈ ചോദ്യം കൊലോസ്യ സഭയിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞതല്ല. വർഷങ്ങൾക്കപ്പുറത്ത് പൗലോസ് ഈ ചോദ്യം ചോദിച്ചിരുന്നു. വേറെ ആരോടുമല്ല, യേശുവിനോട് തന്നെ. സുവിശേഷത്താൽ പിടിക്കപ്പെട്ടവനായി അടിയറ്റു താഴെ വീണ് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിലത്ത് കിടന്ന് അലറിക്കരഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? അതേ ചോദ്യം മനുഷ്യരാശിയുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിക്കും എന്ന തിരിച്ചറിവ് പൗലോസിന് പിൽക്കാലത്തുണ്ടായി. ലോകത്തിന്റെ പല മണ്ഡലങ്ങളിൽ ആളുകൾ ചോദിക്കും, ആരാണ് യേശു ക്രിസ്തു? ചിലർക്ക് യേശു ഒരു മഹാൻ മാത്രമാണ്, ചിലർക്ക് യേശു ശ്രേഷ്ഠനായൊരു മനുഷ്യനാണ്, ചിലർക്ക് യേശു ഒരു പ്രവാചകനാണ്, ചിലർക്ക് ദൈവം മാത്രമാണ്, ചിലർക്ക് പക്കാ മനുഷ്യനാണ്. 100,000 ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഉരുത്തിരിയുന്നവരുടെ നടുവിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വിശകലനത്തിന് കൊലോസ്യ ലേഖനത്തിലൂടെ പൗലോസ് ശ്രമിക്കുകയാണ്. ഇതിലേക്കൊരു സന്തോഷം. ഈ ലേഖനം എഴുതുന്ന ഘട്ടത്തിൽ അപ്പോസ്തലൻ ഒരു ജയിലറയ്ക്കുള്ളിലാണ്. റോമിലെ ജയിലറകളുടെ പ്രത്യേകത 220 അടി താഴ്ചയിൽ 4 അടി സമചതുരമുള്ള ഒരു പ്രത്യേകതരം കുഴിയാണത്. അത് വെട്ടിക്കീറി ചുണ്ണാമ്പ് കല്ലിൽ അങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുന്ന കുഴികൾ. ഞാൻ സാധാരണ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചോ യാത്രാ വിവരണമോ പറയാറില്ല. പക്ഷെ ഒരു സ്ഥലം പറയാതിരിക്കാൻ തരമില്ല. അത് ഇത്തരം ദൈവമക്കളെ കൊണ്ടിടുന്ന ഒരു ജയിൽ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഹൃദയം വിങ്ങിപ്പോയി. 20 അടി താഴ്ചയിൽ ഒരു മനുഷ്യൻ കിടക്കേണ്ടി വരിക. ഈ സെല്ലിൻ്റെ വിസ്തൃതി 4 അടി 4x4 ജയിലാണ്. ഇതിനുള്ളിൽ കിടക്കുക. വലത് കൈയിൽ നിന്ന് ഇടത് കാലിലേക്ക് ഒരു ചങ്ങല വലിച്ചു കെട്ടും. അതിന് വേണ്ടത്ര നീളമില്ല. ഇടത് കൈയിൽ നിന്ന് വലത് കാലിലേക്കും ഒരു ചങ്ങല കെട്ടും. അതും നീളം കുറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഈ മനുഷ്യൻ കുനിഞ്ഞു മാത്രമേ ഇത് നിൽക്കാനാവൂ. നീണ്ടു നൂർന്ന് കിടക്കാനാവില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ജയിലിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടാൽ, ഒരു പൊതുസമൂഹത്തിന്റെ മധ്യം നിന്നാൽ ചങ്ങലയില്ലെങ്കിലും അയാൾ കുനിഞ്ഞു നിൽക്കണം. എന്താണ് കാരണം? കുറ്റവാളി സമൂഹത്തിൽ തലയുയർത്തി നിന്നുകൂടാ. അതുകൊണ്ട് ഈ വിധത്തിൽ അതിനെ സംവിധാനം ചെയ്യുന്ന, ഈ വിധത്തിൽ അതിനെ ക്രമപ്പെടുത്തുന്ന ഒരു രീതിയാണ് പ്രാചീനമായ റോമൻ ജയിലുകളിൽ. ഈ ജയിലിൽ കൊണ്ട് ദൈവപുരുഷനെ ഇട്ടത് മോഷ്ടിച്ചിട്ടല്ല, കൊലപാതകം ചെയ്തിട്ടല്ല, കുറ്റവാളികളെ കൂട്ടത്തിൽ എണ്ണി ഇതിനകത്തേക്ക് കൊണ്ടിടുമ്പോൾ പൗലോസിനെ കൊണ്ടിടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ദാരുണമായ ആ നിമിഷങ്ങൾ, അദ്ദേഹം എണ്ണിത്തീർക്കുന്ന സമയങ്ങൾ ഒക്കെ കണ്ടു. വരുന്ന പടയാളികൾക്ക് ഇതിനകത്ത് കിടക്കുന്ന ആ മനുഷ്യരെ കുറിച്ച് ഫലിതം തോന്നുന്ന ഒട്ടേറെ തമാശകളും കളിയാക്കലുകളും ഒക്കെ പറയും. ആ കൂടെ ആരോ പറഞ്ഞു, ഈ ജയിലിൻ്റെ ഉള്ളിലെ വിചാരണയ്ക്ക് കാത്തു കിടക്കുന്ന ഒരു റോമ പൗരനുണ്ട്, വിദ്യാസമ്പന്നനായൊരു മനുഷ്യനുണ്ട്. വരുന്നവർ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് മുകളിൽ നിന്നുകൊണ്ട് അതിനവിടെ അഴിയിട്ടിട്ടുണ്ട്. മുകളിൽ അഴിയിലൂടെ ഇങ്ങനെ നോക്കി താഴെ കിടക്കുന്ന ഈ മനുഷ്യനെ കാണാം. അവർ ചോദിക്കും, സുഹൃത്തേ, താങ്കൾ ഒരു റോമാ പൗരനല്ലേ? എങ്ങനെ എത്തി ഇവിടെ? എന്താണ് തൻ്റെ കുറ്റം? ജയിലിലേക്ക് വരുന്ന നവാഗതരെയൊക്കെ പൂർവ്വകാല കുറ്റവാളികളും ചോദിക്കും, നിങ്ങൾ എങ്ങനെ വന്നു? എന്താ കുറ്റം? കുറ്റസംഗതി എന്താ? ആ കുറ്റസംഗതി എഴുതി വെച്ചിട്ടുണ്ട് ആ സെല്ലിന്റെ മുമ്പിൽ. എന്താണ്?
ശൗലെന്ന് വിളിപ്പേരുള്ള തർസോസിലെ പൗലോസ് കുറ്റം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. ആ കുറ്റം തിരുത്താൻ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും തിരുത്താൻ മനസ്സില്ലാതെ അതിൽ തന്നെ തുടർന്നതുകൊണ്ട് റോമാ ഗവൺമെന്റ് അദ്ദേഹത്തെ ആ പുനർവിചാരണ വരെ ഈ തടവിലിടാനും വിചാരണ കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷിക്കാനും അതല്ലെങ്കിൽ ഈർച്ചവാളിനാൽ ശിരച്ഛേദം ചെയ്ത് ഉന്മൂലനം ചെയ്യാനുമുള്ള വിധി വരും വരെ ഈ കിടപ്പ്. ആ കിടപ്പിൽ നിരാശയുടെ കാർമേഘം മൂടിക്കെട്ടേണ്ട മനസ്സാ. ആ കിടപ്പിൽ ഒന്നും ചെയ്യാനാവാത്ത ഒരു പരിസ്ഥിതി സംജാതമാകേണ്ടതാ. കാരണം എന്താണെന്ന് അറിയണ്ടേ? 3 മിഷണറി യാത്രകളിലൂടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഭൂപടത്തിന്റെ വലമണ്ഡലങ്ങളിൽ പോയ ചുറുചുറുക്കുള്ള മനുഷ്യനെ ബന്ധനസ്ഥനാക്കി ജയിലിലിടുമ്പോൾ ആ കൈകാലികൾക്ക് ചലിക്കാൻ വയ്യ. പക്ഷേ ആ ചിന്താമണ്ഡലങ്ങളിലൂടെ പ്രസരിക്കുന്ന ഓർമ്മകൾക്ക് തടയിടാൻ, വീക്ഷണഗതികൾക്ക് തടയിടാൻ ഈ 4x4 ജയിലിന് ശക്തിയില്ല, 20 അടി താഴ്ചയ്ക്ക് ശക്തിയില്ല. അദ്ദേഹത്തിന് തന്നെ ഭാഷ പറഞ്ഞാൽ സുവിശേഷത്തിന് ബന്ധനമില്ലാത്ത സുവിശേഷത്തിന്റെ പ്രകാശനം ആ ഇരുട്ടറയിൽ ഹൃദയത്തിൽ ജ്വലിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലത് തലമുറയോട് പറയാനുണ്ട്, കാലത്തോട് പറയാനുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം, ഈ മനുഷ്യനെ കാണാൻ പടയാളികളുടെ അനുമതി വാങ്ങി കാവലാളുകളുടെ കണ്ണു വെട്ടിച്ച് ചില സുഹൃത്തുക്കൾ വരും. അവർ വന്നിട്ട് ഈ കുഴി കിടക്കുന്ന മനുഷ്യനെ ഇങ്ങനെ എത്തിക്കുത്തി നോക്കി കാതിങ്ങനെ കൊഴുപ്പിച്ച് വയ്ക്കും. അവരുടെ പക്കലെ എഴുതാൻ വേണ്ട പാപ്പിലസ് ചുള്ളുകളുണ്ട്, മൃഗത്തോലുകളുണ്ട്, പ്രത്യേകം തയ്യാർ ചെയ്ത മഷിയുണ്ട്. അതിൽ ഒരാളുടെ പേരാണ് തെർത്തോസ്, ഇനി ഒരാളുടെ പേരാണ് സ്വസ്തനോസ്. ഈ പേരുകളൊന്നും അധികം ആരും കേട്ടിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസി ഒരു പ്രസംഗകയാണ്. ഞങ്ങൾ നാളെ പ്രസംഗിക്കാനൊക്കെ വിളിച്ചു. ഭയങ്കര ഡിമാൻഡായി പോയി. ഇവിടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടോ ഞാൻ തമാശ പറഞ്ഞു. സഹോദരിമാർ മിക്ക പേരും രൂത്തിനും ഓർപ്പയ്ക്കും ഈ അക്കില്ലാസിനും വൃത്തിയിലേയും വിട്ട് ഒരേർപ്പാടില്ല. നമുക്ക് മാറണമെന്നേ, മറ്റുള്ള വിഷയങ്ങളിലൂടെ സഞ്ചരിക്കണമെന്നേ. അങ്ങനെയെങ്കിൽ ഈ തെർത്തോസ് എന്ന മനുഷ്യൻ എന്നെ ഏറെ ചിന്തിപ്പിച്ചു. കാരണം പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ കേട്ട് ഇവിടെ നിന്ന് എഴുതുക അദ്ദേഹത്തിൻ്റെ ജോലി. 16 അധ്യായമുള്ള റോമർക്കെഴുതിയ ലേഖനമൊക്കെ ഒന്ന് എഴുതാൻ എത്ര സമയം ചെലവഴിക്കണം. പിരിഞ്ഞു പോകുമ്പോൾ ഒരു ചായക്കാശ് കൊടുക്കാൻ പൗലോസിൻ്റെ വകലില്ല, ഒരു വണ്ടിക്കൂലി കൊടുക്കാനില്ല. എന്തിന് തെർത്തോസ് ഇവിടെ വരെ വന്നു? പടയാളിയുടെ കണ്ണ് വെട്ടിച്ച്, കാവലാളുകളുടെ കണ്ണ് വെട്ടിച്ച്, വേണ്ടി വന്നാൽ ആ ശിരസും വെട്ടിക്കളയുന്ന റോമൻ നിയമത്തെ ഭയപ്പെടാതെ വന്ന് എഴുതിയെടുത്ത ആ പുസ്തകം കയ്യിൽ പിടിച്ച നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആ ചങ്കുറപ്പിന്റെ പേരാ സുവിശേഷം, ആ കരുത്തിന്റെ പേരാ സുവിശേഷം. അവരെ ത്യാഗത്തിന്റെ, ആത്മനിർവൃതിയുടെ, സമർപ്പണത്തിന്റെ മുനമ്പത്ത് നിന്നുകൊണ്ട് നമുക്കും പറയാം, പൂർവികരെ നിങ്ങളുടെ അധ്വാനമൊന്നും ചെറുതല്ല. ജയിലിൽ കിടന്ന് ഒരുവൻ പ്രാപിക്കുന്നു, പുറത്തുനിന്ന് വന്ന ഒരുവൻ അതേ ആത്മാവിന്റെ ശക്തിയോടെ ഇതിങ്ങോട്ട് ചേർത്തെഴുതുമ്പോൾ സുവിശേഷത്തിന്റെ വേല ഐക്യതയുടേതാണ്. അത് മാനുഷിക പ്രതിഫലം പ്രതീക്ഷിച്ചില്ല, അത് ദ്രവ്യാഗ്രഹത്തിൻ്റെതല്ല, അത് ആത്മശക്തിയുടേതാണ്, ആത്മനിറവിൻ്റെതാണ്. കാലമെത്ര കഴിഞ്ഞാലും ഓർമ്മിക്കുന്ന ഇത്തരം തെർത്തോസുമാരാണ് സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷ വേലയുടെ ശക്തി. ആത്മാവിനാൽ പൗലോസ് ജീവിപ്പിച്ച അത്തരക്കാരുടെ ആ ജീവിത വീക്ഷണത്തിന്റെ ഉറപ്പിലാണ് ഈ സുവിശേഷത്തിന്റെ ആ ദീപശിഖ ഉയർന്നു നിൽക്കുന്നത്. അതിന്റെ വൈജന്തികളെ താഴ്ത്തിക്കെട്ടാൻ ഉലകത്തിൽ ആര് ശ്രമിച്ചാലും നടക്കാത്തതിന്റെ കാരണം സഹനം കൊണ്ട് പ്രാപിച്ചെടുത്ത അജയ്യമായ ശക്തിയാണ് ഈ സുവിശേഷം. അതുകൊണ്ട് ത്യാഗം സഹിക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന ചിലർ കൂടി തയ്യാറെടുക്കണം. യേശുവിനെ പ്രസംഗിക്കാൻ ചിലർ കൂടി തയ്യാറെടുക്കണം. യേശുവിന് വേണ്ടി വെറുതിരിയാൻ ചില കുഞ്ഞുങ്ങൾ കൂടി തയ്യാറെടുക്കണം. തെർത്തോസിനെ പോലെ, സ്വസ്തനസിനെ പോലെ. എന്നാലേ ഈ കിടപ്പിലറിയുന്ന കൊലോസിയയിൽ ഇത്തിരി പ്രശ്നമാണ്. ഇന്നോലൊക്കെ ഇരിക്കുന്ന കാര്യം, ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പകർന്നു കൊടുക്കുന്ന വാക്കുകൾ എഴുതിയെടുക്കാൻ സന്തത സഹചാരിയായി ചിലർ കരയ്ക്കിങ്ങനെ നിൽക്കുക. ഞാൻ ആ രംഗം ഇങ്ങനെ ഓർക്കും. തൊട്ടു മുമ്പിൽ ഒരു കുറിപ്പില്ലെന്നേ, തൊട്ടു മുമ്പിൽ പ്രിപ്പയർ ചെയ്യാൻ ലൈബ്രറി ഇല്ലെന്നേ. ഇതൊന്നുമില്ലാതെ ക്രിസ്തുയേശുവിനെ കുറിച്ച് തർക്കമുന്നയിച്ചവർക്ക് ഒറ്റക്കൊരുവൻ ചങ്ങല ധരിച്ചവിടെ കിടന്നുകൊണ്ട്
വിളിച്ചു പറയാ, കൊലോസ്യരെ, ജഡത്തിൽ നിങ്ങൾ എന്റെ മുഖം കണ്ടിട്ടില്ല, നിങ്ങളും ഞാനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരാം ആരാണ് ക്രിസ്തു, എങ്ങനെയാണ് ഞാൻ അവനെ അനുഭവിച്ചത്. അതങ്ങോട്ട് പറഞ്ഞിട്ട് പറയാ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ഏകരൂപമായി വസിക്കുന്നത്. അല്ലയോ പൗലോസ്, തലകുനിച്ച് നിവര നിൽക്കാൻ ത്രാണിയില്ലാതെ അങ്ങ് ആ ജയിലിന്റെ ഉള്ളറയിൽ ആഴക്കുഴിയിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്കൊരഭിമാനം. ആ കുഴിയിൽ കിടന്ന് അങ്ങ് പ്രാപിച്ചത് വ്യർത്ഥമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഒരുവനെ കണ്ടിട്ട്, ക്രൂശിക്കപ്പെട്ടവനെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ഏകരൂപമായി വസിക്കുന്നത്. എന്താ ഈ പ്രഖ്യാപനത്തിന്റെ കാരണം അറിയണ്ടേ? പറയാം. ഈ യേശുവിന്റെ ക്രൂശിൽ കിടക്കുന്ന ആ കിടപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യേശുവിന്റെ ക്രൂശ് മരണ രംഗം കാണുമ്പോൾ ചിലരൊക്കെ കരയാറുണ്ട്, പൊട്ടിക്കരയുന്ന മനുഷ്യരുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് ഈ മഷിക ചരിത്രം പോലുള്ള ഫിലിമൊക്കെ ആയിട്ട് ഗ്രാമങ്ങളിൽ പോലെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അമ്മച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് നേങ്ങലടിച്ച് കരയും. തമിഴ്നാട്ടിലൊക്കെ ഇത് കാണിക്കുന്നെങ്കിലും അവർ കത്തിയെടുത്തെറിയും ഈ പീലാത്തോസിനെയൊക്കെ. പണ്ട് കാലത്തായി, ഇപ്പോൾ അതൊക്കെ മാറി. സ്റ്റാലിൻ വന്ന ശേഷം ഒത്തിരി മാറ്റമായി, വലിയ മാറ്റം. പടയാളികൾ യേശുവിനെ അടിക്കുമ്പോൾ കല്ലെടുത്ത് പടയാളിക്കിട്ടെറിയാറുണ്ട്. അങ്ങനെയാണ്. ചിലിങ്ങനെ പൊട്ടിക്കരയും, ഏങ്ങലടിച്ച് കരയും. ഞാൻ ഈ ക്രൂശീകരണം കണ്ട് മനസ്സിലാക്കി, ബൈബിളും പൗലോസിൻ്റെ ചിന്തയും മനസ്സിലാക്കിയ ശേഷം ഈ ക്രൂശീകരണം കണ്ട് കരയുന്നവരെ ബോധവൽക്കരിക്കാറുണ്ട്. കരയണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം വെറുതെ ആശ്വസിപ്പിക്കുകയല്ല, അതിൻ്റെ ഒരു കാരണം. ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നവനെ കണ്ട് കരച്ചിൽ വരുന്നത് ഈ ക്രൂശ് മരണത്തിൻ്റെ പൊരുൾ അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ സ്ത്രീകളൊക്കെ അവിടെ നിന്ന് കരയുന്നു. അതിൻ്റെ പൊരുളുണ്ട്. യോഹന്നാന് പിടിയിട്ടില്ല, സ്ത്രീകൾക്ക് പിടിയിട്ടില്ല, കടന്നുപോയ മനുഷ്യർക്കൊന്നും പിടിയിട്ടില്ല. അവരൊക്കെ പല വഴിക്ക് പോയി. പക്ഷെ ക്രൂശ് നേരിട്ട് കാണാത്ത, ആ സ്ഥലത്ത് ഒരിക്കലും പോകാത്ത, ആ ക്രൂശ് മരണം അക്ഷരാർത്ഥ കൊണ്ട് കാണാത്ത പൗലോസ് ക്രൂശിനെ വിശദീകരിച്ചിട്ട് നമ്മളോട് പറയാ, കരയാതെ പോയി, കരയാതെ. ഇനി ഞങ്ങൾ പാസ്റ്റർമാർ ഈ ക്രൂശ് മരണം പറയുമ്പോൾ കരയാറുണ്ട്. അത് ഗൗരവത്തിൽ എടുക്കണ്ട. കർത്തൃമേശൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഇന്നെ അടിച്ചു, അതൊരു ടോണാണ്. ആ ടോൺ അങ്ങനെ വെച്ചില്ലെങ്കിൽ അതൊരു പ്രയാസമാണ്. ഉണ്ടെന്ന് വെക്കുന്ന ആ സമയമാകുമ്പോൾ മനസ്സിലായില്ല. അപ്പോൾ പിന്നെയൊക്കെ എടുത്തിട്ട് പറയും, ഇവിടെ പൊങ്കപ്പാടുകൾ ഉടവുചാലി പോലെ. അതൊരു ടെക്നിക്കാണ്. ശബ്ദത്തിലാണല്ലോ നമ്മളെല്ലാം പിടിച്ചിരുന്നല്ലേ. എന്നാൽ പൗലോസ് പറയുന്നു കരയാതെ. കരയൊന്നുമില്ല. പൗലോസ് പറയാ, അത് കണ്ട് ആവേശഭരിതനാകണം. മനസ്സിലായില്ല? അത് കണ്ടിട്ട് ഊർജം ഉൾക്കൊള്ളണം, അത് കണ്ടിട്ട് കരുത്ത് പ്രാപിക്കണം, അത് കണ്ട് ശക്തിപ്പെടണം. എന്താ കാര്യം? പൗലോസ് പറയാ, സഹചരേ, നിങ്ങൾ ഈ പൊട്ടിക്കരയുന്നല്ല ക്രൂശിൻ്റെ ഭാഷ്യം, മറിച്ച് ക്രൂശിൽ നടക്കുന്നതേ ഒരു ധീര സമരത്തിൻ്റെ ആത്യന്തിക പടപ്പുറപ്പാടാണ്. ക്രൂശിൽ നടക്കുന്നതേ ഒരു ജയപ്രഖ്യാപനമാണ്. ക്രൂശിൽ നടക്കുന്നതേ ഒരു യുദ്ധം ജയിച്ച വിളംബരമാണ്. അത് കണ്ടിട്ട് പറയാ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധം കൊണ്ട് ആഞ്ഞെടുക്കുന്ന വാഴ്ചകളെ, അധികാരങ്ങളെ, സ്വർലോക ദുഷ്ടാത്മ സേനകളെ കണ്ടിട്ട് ക്രൂശിൽ കിടന്നവൻ പറഞ്ഞു, നോ, അവിടെ നിൽക്ക്, ഇതിനപ്പുറത്തേക്ക് പോകാനാവാത്ത വിധം ശത്രുവിന്റെ കോട്ടക്കകത്ത് കയറി നാശം വിതച്ച് ജയമെടുത്ത രണധീരനായ, ജയാളിയായ, അജയ്യനായ ഈ ദൈവപുത്രനെ ഇന്ന് രാത്രി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു, അവന് തുല്യനായി ഒരുവനുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യനായി സ്വീകാര്യനായി ഒരുവനുമില്ല. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച ആ ക്രിസ്തുയേശുവിനെ ഇന്ന് രാത്രി ലോകത്തിന്റെ കർത്താവായി ഒരിക്കൽ കൂടി ഞങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ്. അപ്പൊ ക്രൂശ് ജയഭേരിയാണ്. ക്രൂശിലെ മുറിവ് നമുക്ക് അഭിമാനമാണ്. ഒറ്റ പോയിന്റ് കൂടി കേൾക്കണേ. അതുകൊണ്ട് അർത്ഥവത്തായി ക്രൂശിനെ നമുക്കിവിടെ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. നമ്മുടെ ജോബി പാസ്റ്റർ ഈ സ്തോത്രകാഴ്ചപ്പാട്ടിൻ്റെ ആമുഖമൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. സന്തോഷം. കെ വി മാത്യു പാസ്റ്റർ വന്നപ്പോൾ കണ്ടു,
പരാമർശിക്കാൻ പറ്റില്ല. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളോടെല്ലാം ഒരു കാര്യം പറയട്ടെ. നമ്മൾ പാടുന്ന പല പാട്ടും ഈ ഭൂമി കൊണ്ട് തീരും. അപ്പുറത്തേക്ക് ഓട്ടമില്ലാത്ത പാട്ടുകളുണ്ട്, ആശയപരമായിട്ട്. ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു സഭാപ്രസംഗം പറഞ്ഞ പോലെ ഈ ഗായക സംഘമാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ ചൂണ്ടനക്കുന്ന പോലുമില്ല. എൻ്റെ കുഞ്ഞങ്ങ് പാടാനാണ് അങ്ങ് പാടും. അതാകടമാണ്. ചൂണ്ടനക്കുന്ന പോലുണ്ടല്ലോ. ഉഷത്തിൽ മാൻപേട എന്ന രാഗം മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല, അങ്ങ് മിണ്ടും. എനിക്ക് ഈ കഥകളി വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇയോബിൻ്റെ പുസ്തകം കഥകളി ജീവിയിൽ വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കഥകളി കണ്ടാൽ അതിനാശയമില്ല. അപ്പം ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മനോജ് ഭാഷക്കറിയാം. പുള്ളി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും. അപ്പോൾ എൻ്റെ ഈ കഥകളിയുടെ ആസ്വാദനം കൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഇത് നമ്മൾ കഥകളി എന്ന് പറഞ്ഞാൽ ആ കഥ അറിഞ്ഞ് മനസ്സിലാക്കിയാൽ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോകില്ല, അത്ര ഭംഗിയാണ്. അപ്പോൾ അവർ ഈ ആക്ഷനൊക്കെ ഇങ്ങനെ സംഭാഷണം ഇല്ല, അതിങ്ങനെ ആംഗ്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏട്ട പാട്ട് പറയാം, ഇത്ര പുറത്ത് മിണ്ടാൻ വയ്യാത്ത ആശയമാണെങ്കിൽ ഇത് നടത്തുണ്ടാകും. മനസ്സിലായി? ഇങ്ങനെ പാടാനാണെങ്കിൽ പിന്നെ ഗായക സംഘത്തെ രൂപീകരിച്ചിട്ട് കാര്യമുണ്ട് അല്ലേ? പാടാനാണെങ്കിൽ പാടിക്കണം, അതൊരു സന്തോഷം. പോട്ടെ. അവിടെ ചില പാട്ടൊന്നും പാട്ടിലെ ഉള്ളടക്കം നമുക്ക് മോഡൽ വേണ്ട. ഇപ്പം കർത്താവ് താൻ ഗംഭീര നാദത്തോടും ബഹുമാനായ വെട്ടവല പാസ്റ്റർ മുത്തച്ഛൻ എഴുതിയ പാട്ടാണ്. അദ്ദേഹം എഴുതിയ നിരവധി പാട്ടുണ്ട്. ഇതിൽ പലതും നമ്മളിൽ പലരും എഴുതിയ പാട്ട് നിത്യതയിൽ പോകുമ്പോൾ ആവശ്യമില്ല. കാരണം കർത്താവ് വന്നല്ലോ. പിന്നെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് പാടുകയാണോ കർത്താവ് താൻ ഗംഭീര നാദത്തോടും? നമ്മൾ സ്വർഗത്തിലെത്തിയിട്ട് ഈ പാട്ട് പാടുന്നതിൽ എങ്ങോന്ന് ആലോചിക്കുക. കർത്താവ് തന്നെ തല്ല് തരും, ഉണ്ടായിടാൻ പറയും. അങ്ങനെ എന്തായാലും അവിടെ വേണ്ടതാണ്, ആ പാട്ട് വേണ്ട. അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് ഓവർസിയറെ വാഴിക്കുന്ന ചടങ്ങ് 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു, സാറ് ദയവായിട്ട് പാട്ട് എഴുതരുത്, അങ്ങനെ ഉപദ്രവം ചെയ്യരുത്. കാരണം ഇപ്പോൾ നേതാക്കന്മാർക്കെല്ലാം ഉള്ളൊരു അസുഖമാണ് പാട്ടെഴുതുക. പാവപ്പെട്ടവർ പാടാതിരിക്കാനൊക്കെ അടുത്ത മാസം ഫലമാറ്റം വരുമ്പോൾ അടി കിട്ടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യും? പാട്ട് പോലെ ഏതാണ്ടൊരു സാധനം നിന്നങ്ങ് പാടുക. പാട്ടല്ലത്, മനസ്സിലായില്ലേ? ആ പോട്ടെ. അപ്പോൾ നമ്മൾ ഈ പല പാട്ടും സ്വർഗത്തിൽ വേണ്ട, അർത്ഥം കൊണ്ടത് നമ്മൾ. പക്ഷെ ഇവിടെ നിന്ന് പാടുമ്പോൾ ചില പാട്ടുകൾക്ക് ഭയങ്കര സുഖമാണ്. നിത്യതയെക്കുറിച്ച് ഉള്ള പാട്ട് പാടുമ്പോഴാണ് നമുക്ക് സംതൃപ്തി വരുന്നല്ലേ? കൂടുതൽ അങ്ങനല്ലേ? പഴയ പാട്ടൊക്കെ നിത്യതയെക്കുറിച്ച് പാടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ തോന്നാറില്ലേ? ജെറുസലേമൻ ഇമ്പ വീടേ എപ്പോൾ ഞാൻ വന്ന് ചേരുമെന്നൊക്കെ പാടുമ്പോൾ എന്തൊരു ആനന്ദമൊക്കെ ഇതല്ലേ? പക്ഷെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞത് വേണ്ട. ആ പാട്ട് കഴിഞ്ഞു, എക്സ്പയറി കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് എടുക്കപ്പെടുമ്പോഴേ അത് കഴിഞ്ഞു, ആ പാട്ട് വേണ്ട. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, നിത്യതയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഭക്തനൊരു ആവേശം, നമ്മളതങ്ങ് പാടിപ്പോകും അല്ലേ? നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം. അത് ഭൂമിയിൽ നടന്ന ഒരു സംഭവമാണ്, സ്വർഗത്തിലും പ്രകീർത്തിച്ചു പാടുന്നത്. ആ പ്രമേയം ഒരിക്കലും തീരില്ല, കാലാതിവർത്തിയാണ്. സ്വർഗീയ ദൂതഗണങ്ങളും പാടുന്നത് നിത്യതയുടെ മനോഹാരിതയല്ല, തങ്കത്തെരുവീതിയെക്കുറിച്ചല്ല, പൊന്മണിമാലയെക്കുറിച്ചല്ല, മറഞ്ഞിരിക്കുന്ന മണ്ണിനെക്കുറിച്ചല്ല. സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ടും ഗോൽഗോതയിൽ നടന്ന ക്രൂശീകരണമാണ് അവർക്കും ആവേശമുളവാക്കുന്നത്. അവരും പാടുക, ദൂതഗണങ്ങൾ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കുവാൻ. ഇതാ ക്രൂശിന്റെ ശക്തി. സ്വർഗത്തിലും അത് പാടും. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ നിത്യത്തിൽ ചെല്ലുമ്പോഴും ക്രൂശിന് മഹത്വം വരാം. കാരണം ക്രൂശിക്കപ്പെട്ടവൻ്റെ മുറിവ് സ്വർഗത്തിലും പോവില്ല, അതവിടെ ഉണ്ട്. അത് പോവില്ല, ആ മുറിവ് അവിടെ ഉണ്ട്. സംശയമുണ്ടോ? ഞാനോർത്തു ഞാനീ പറയുന്ന അബദ്ധമാണോ എന്നത് തിരുത്താൻ വേണ്ടി 4 വർഷം മുമ്പ് കാനവച്ചൻ്റെ അടുത്ത് ചോദിച്ച് ഉറപ്പ് വാങ്ങിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. സ്വർഗത്തിൽ ചെന്നാലും യേശുവിൻ്റെ മുറിവ് അവിടെ ഉണ്ടെന്ന് ഒരു മാറ്റമില്ല. തെളിവ് വേണം. ഉയർത്തെഴുന്നേറ്റ തോമസിൻ്റെ അരികിൽ, നമ്മുടെ സ്വന്തം അപ്പോസ്തലൻ്റെ അരികിൽ കർത്താവ് പറയാം, കുഞ്ഞെ വാ, ഞാൻ തന്നെയാ, വാ, വിലാപ്പുറത്ത് നോക്ക്. ഈ മുറിവ് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എന്താ ഈ മുറിവിൻ്റെ പ്രത്യേകത? ജയാളിയായൊരു സൈനികന് ശത്രുവിൻ്റെ ആക്രമണം ഒരു മുറിവായിട്ടുള്ളത് നമ്മൾ കണ്ടെന്ന് വിചാരിച്ചോ? ആ മുറിവിനെ കണ്ട് 110 കോടി ഇന്ത്യക്കാരൻ സല്യൂട്ട് അടിച്ചിട്ട് പറയും, സാർ ആ മുറിവ് കൊണ്ടാ അങ്ങ് പാകിസ്ഥാനെ ജയിച്ചത്.
ആ മുറിവ് കൊണ്ട് 110 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ മുഴുവൻ അഭിമാനം കാത്ത ആ മുറിവായതെങ്കിൽ ക്രൂശിക്കപ്പെട്ടവന്റെ മുറിവ് കണ്ടിട്ട് ആവേശഭരിതരായി ദൂതഗണങ്ങൾ പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കുക. മനസ്സിലായ മുറിവിന്റെ ശക്തി? എടുത്തു പറയാൻ കാരണം, ഒരു ക്ലാസ്സിൽ ഞാൻ IML പഠിപ്പിക്കുമ്പോൾ ഒരു സഹോദരൻ ചോദിച്ചാൽ, ഈ സ്വർഗത്തിലെത്തി നമ്മൾ ഈ കിരീടമെല്ലാം കൂടെ മേടിച്ച് കഴിയുമ്പോൾ പഴയ പോലെ ഒരു അഹങ്കാരം വന്നിട്ട് വീണ്ടും നമ്മൾ താഴെ പോവുമോ പാസ്റ്റർ? എന്തൊരു ചോദ്യം ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. പുള്ളി ആ പറഞ്ഞതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. നിങ്ങളോട് ഞാനങ്ങ് പറഞ്ഞേക്കാം, ഞാൻ ഈ സ്വർഗത്തിൽ പോകുന്നത് ഈ കിരീടം ലക്ഷ്യമിട്ടല്ല. എനിക്ക് കിരീടമേ വേണമെന്നില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം ഓരോ കിരീടമൊക്കെ ഉള്ളപ്പോൾ പഴയ തൊരെണ്ണം നമുക്ക് കിട്ടിയാൽ തിരക്കേടില്ല. എല്ലാവരും വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ചെറിയ ഒരെണ്ണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ളൂ. എൻ്റെ കാര്യം തരില്ല. ഈ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് കിരീടമൊന്നുമല്ല, യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. യേശുവിൻ്റെ സാന്നിധ്യമാണ് നിത്യതയുടെ മഹത്വം എന്നുള്ളതാണ്. അപ്പോഴേ ഈ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നികളം വന്നെന്ന് ഒപ്പിക്കും വരത്തില്ല. അത് വരുമ്പോഴൊക്കെ ഈ പുത്രൻ ഈ കൈ ഉയർത്തി കാണിക്കുമ്പോൾ ആ മുറിവ് നമുക്ക് കാണാം. ആ മുറിവ് നമ്മളോട് വാക്കും ഭാഷണവും കൂടാതെ പറയും, നീ ഇവിടെ വരെ വന്നത് നിന്റെ യോഗ്യത അല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഈ മുറിവിനെ കാണുമ്പോൾ നമുക്ക് ആവേശഭരിതരാകണം, നമുക്ക് കരുത്തരാകാൻ സാധിക്കണം. ഇതാ ഈ ഉണങ്ങാത്ത മുറിവ് മനുഷ്യരാശിയുടെ രക്ഷയുടെ ചൂടടയാളമാണ്. അതിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ജയമെടുക്കാം. ആ മുറിവിൽ നിൽക്കുന്ന പുണ്യാക രക്തം നമുക്ക് രോഗശാന്തിയാണ്. ആ മുറിവ് നമുക്ക് അത്ഭുതമാണ്. ആ മുറിവ് നമുക്ക് സാന്ത്വനമാണ്. ആ മുറിവ് ഇരുട്ടിന്റെ കോട്ടകളെ ഭേദിക്കാൻ നമുക്ക് പുതിയ പ്രതിരോധമാണ്. അതുകൂടാതെ ഒരാളെങ്കിലും അകത്തും പുറത്തും ഇരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ പാതാന്തിയെ നമുക്കടുത്തില്ല. ദൈവകരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം. ഈ വചനം കേട്ടവർക്കിടയിൽ ആ മുറിവിനോട് താതാത്മ്യപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കാം. ആ മുറിവിനോട് ചേർന്ന് ജയജീവിതം കാക്ഷിച്ച ഒരാളെങ്കിലും ഇനി സ്നാനമേൽക്കാനുണ്ടെങ്കിൽ നമുക്ക് സ്നാനമേറ്റ് നമ്മുടെ കർത്താവിൻ്റെ തിരുസഭയുടെ ഭാഗമാകാൻ തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആ മുറിവിൻ്റെ മനോഹാരിതയെപ്പറ്റി ആജീവനാന്തം പ്രസംഗിക്കാം. ആ യേശുവിൻ്റെ മഹത്വം, സർവ ദൈവപുത്രന്റെ സർവ മഹത്വവും അന്തർലീനമായിരിക്കുന്ന ആ മനുഷ്യത്വവും ദൈവത്വവും യോജിക്കുന്ന ക്രിസ്തു എന്ന ശരീരത്തിന്റെ മഹിമയെ വർണ്ണിക്കാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കട്ടെ. അത് ഉതകുന്ന ഒരു കഥ പറഞ്ഞ് ഞാൻ നിർത്താം. 1 മിനിറ്റ് നിങ്ങൾക്ക് കാണാം, 1 മിനിറ്റ്. പണ്ട് ഫ്രാൻസിൽ ഒരു വലിയ കലാകാരനുണ്ടായിരുന്നു. അയാൾ ഒരു വഴിയോര ഗായകനായിരുന്നു. ഒരു ശ്രുതിപ്പെട്ടി കയ്യിലെത്തിക്കൊണ്ട് അതിലൂടെ വിരൽ വീട്ടി പാടുന്ന ഒരു കലാകാരൻ. അയാൾ വഴിയരികിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. രാജാവ് അതിൽ വന്നു. പാട്ട് കേട്ടു. എന്തൊരു മനോഹരമായ സംഗീതം. രാജാവ് മന്ത്രി ശ്രേഷ്ഠനോട് പറഞ്ഞു, അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടണം. താടി നീണ്ട് മെലിഞ്ഞ് കണ്ണുകൊഴിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രത്തോടിരിക്കുന്ന അയാൾ അരികിലേക്ക് ചെന്നിട്ട് മന്ത്രി പറഞ്ഞു, സുഹൃത്തെ, നീ കുളിച്ച് ശുദ്ധനാകണം. മനോഹരമായ വസ്ത്രം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നീ രാജാവിനെ മുഖം കാണിക്കണം. ജീവിതത്തിൽ ആദ്യമായി അയാൾ നല്ല വസ്ത്രം ധരിച്ചു. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുഖശോഭ വർദ്ധിച്ചു. അയാൾ രാജാവിൻ്റെ മുന്നിൽ വന്നു. രാജാവ് പറഞ്ഞൊരു പാട്ട് പാടി. പാട്ട് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഈ സ്ഥലം വിട്ടെങ്ങും പോകണ്ട, നീ ആസ്ഥാന ഗായകനായി ഇന്നു മുതൽ. അവൻ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ പാട്ട് അവരുടെ രുചികളും ഞാൻ തെരുവിലൊക്കെ പാടിക്കിട്ടുന്ന നാണയത്തുട്ടുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ ആധാരം. രാജാവ് പറഞ്ഞു, ഇനി നീ തെരുവിലൊന്നും പാടണ്ട, ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. നിൻ്റെ വീട്ടിൽ വേണ്ടതൊക്കെ അവിടെ കിട്ടിക്കൊണ്ടു. ഇതാണിത് നിൻ്റെ തട്ടകം. അവൻ അഭിവൃദ്ധിപ്പെട്ടു. അവൻ അന്നൊരു തീരുമാനമെടുത്തു, ഇത് എൻ്റെ പഴയ പാട്ടൊക്കെ കളയുക, എൻ്റെ പാട്ട് മുഴുവൻ
ഇനി രാജാവിനുള്ളതാണ്. രാജാവിനെ പറ്റിയ, രാജ്യത്തെ പറ്റിയ, ബാക്കിയൊക്കെ നമുക്ക് മറക്കാം. രാജാവിനെ പറ്റി, രാജ്യത്തെ പറ്റി അവൻ പാടിക്കൊണ്ടിരിക്കുക. നിർഭാഗ്യം, ഈ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. പുരുഷന്മാരൊക്കെ യുദ്ധത്തിന് പോകണം. ഈ സാധുവായ മനുഷ്യൻ പറഞ്ഞു, തമ്പുരാൻ ഞാനും യുദ്ധത്തിന് പോകാം. രാജാവ് പറഞ്ഞു, നിനക്കതിന് പ്രാപ്തിയില്ല, നീ വിശ്രമിച്ചുള്ളൂ. അവൻ പറഞ്ഞു, അങ്ങനെയല്ല രാജാവ്, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. യുദ്ധമുന്നണിയിൽ പടപൊരുതുന്ന സൈനികർക്ക് ആവേശം പകരാൻ ഞാൻ എൻ്റെ തുതിപ്പെട്ടി കൊണ്ട് എൻ്റെ രാജ്യത്തെക്കുറിച്ച്, എൻ്റെ രാജാവിനെ കുറിച്ച് ആവേശം ജനിക്കുന്ന വസ്തുതകൾ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കും. നീ എന്നെ അനുവദിക്കുക. രാജാവ് സമ്മതിച്ചു. അവൻ ആ തുതിപ്പെട്ടി വീട്ടി തൻ്റെ രാജ്യത്തെക്കുറിച്ച് പാടി, രാജാവിനെ കുറിച്ച് പാടി. പടയാളികൾ ആവേശഭരിതരായി ആ പാട്ടിൻ്റെ മനോഹാരിതയിൽ യുദ്ധം ചെയ്തു മുമ്പോട്ട് പോയി. പക്ഷേ കാലാവസ്ഥ അവർക്ക് അനുകൂലമായിരുന്നില്ല. യുദ്ധം അവർ നേടിയില്ല. തൊട്ട് നമ്മുടെ ഗായകനെ കണ്ണുകുത്തി പൊട്ടിച്ച് കയ്യിൽ വിലങ്ങ് വെച്ച് അദ്ദേഹത്തെ കൊണ്ട് ശത്രു രാജാവ് തൻ്റെ കൊട്ടാരത്തിലിരുത്തി. ആരോ പറഞ്ഞു, പ്രഭു ഇവൻ പാട്ടുകാരനാണ്, അവൻ്റെ പാട്ട് മനോഹരമാണ്. ശത്രു രാജാവ് പറഞ്ഞു, സ്നേഹിത താങ്കളൊന്ന് പാട്ടൊന്ന് കേൾക്കട്ടെ. ഇയാൾ പറഞ്ഞ, രാജാവേ അങ്ങേ അപമാനിക്കുന്നു കരുതരുത്. എൻ്റെ നാവിൽ അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരു പാട്ടും പോലില്ല. എനിക്ക് പാടാനുള്ളത് എൻ്റെ രാജാവിനെ കുറിച്ചാണ്, എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. രാജാവ് പറഞ്ഞു, സാറില്ല, നീ എന്ന് പാട്. പാട്ടിൻ്റെ മനോഹാരിതയാന്ന് വിലയിരുത്താൻ നീ ആ പാടുന്ന പാട്ട് എനിക്കൊന്ന് കേട്ടാൽ മതി. അവൻ തൻ്റെ നാടിൻ്റെ ആ ദേശഭക്തിയുടെ ഗാനം ഇങ്ങനെ അവൻ്റെ വിലങ്ങൊക്കെ അഴിച്ചു മാറ്റി അവനതെടുത്ത് ഇങ്ങനെ പാടി 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 ആ ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതവൻ ഓർക്കാതെയാണ് ആ പാട്ട് എടുത്തിട്ടത്. ആ പരകോടിയിലേക്ക് എത്തുമ്പോൾ ഈ പാട്ട് ക്ലൈമാക്സിലേക്ക് ചാടിക്കിടക്കാൻ ഒരു 3 അക്ഷരക്കാലം, ഒരു 3 മാത്ര താളമായി തനിക്ക് കിട്ടണം. കൈയടിച്ചാലും മതി, ഒരു 3 കൈയടി കൃത്യമളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ആ ക്ലൈമാക്സിൽ കയറി അവന് പാടാൻ പറ്റും. ശത്രുരാജ്യത്ത് ആര് കൈയടിക്കാൻ, അവൻ പാതി വഴിയിൽ ഇടിച്ചു നിർത്താൻ ആ പാട്ട് അങ്ങോട്ട് കൊണ്ടെത്തിക്കുകയും ഒരു 3 കൈയടി കൃത്യം എടുത്തു പാടേണ്ട സ്ഥലം വന്നപ്പോൾ ഒരു 3 കൈയടി. അമ്പരന്നവൻ ആ ക്ലൈമാക്സിലേക്ക് കടന്ന് ഹൃദയം തുറന്നു പാടി. പാട്ട് തീർന്നപ്പോ രാജാവ് ചോദിച്ചു, സോറി, ഈ ഗായകൻ കണ്ണുകുത്തി പൊട്ടിക്കപ്പെട്ട ആ മനുഷ്യൻ ചോദിച്ചു, കൂട്ടുകാരാ താങ്കൾ വാസ്തവത്തിൽ ആരാ? എനിക്ക് നിന്നെ കാണാൻ വയ്യ. ശത്രു രാജാവിൻ്റെ കോട്ടയിൽ നിന്ന് ഞാൻ എൻ്റെ രാജാവിനെ പ്രകീർത്തിച്ച് പാടിയപ്പോൾ താളമറിഞ്ഞ് മനസ്സറിഞ്ഞ് എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ പാട്ട് മുഴുമിപ്പിക്കത്തക്ക വിധം എനിക്കൊപ്പം ചേർന്ന് നിന്ന് താങ്കൾ ആരാണ് ഒന്ന് പറയുമോ? മറുവശത്തുനിന്നൊരു ശബ്ദം, പ്രിയപ്പെട്ട ഗായക, അത് വേറാരുമല്ല, നിന്റെ രാജാവ് തന്നെയാണ്. എൻ്റെയും കണ്ണു കുത്തി പൊട്ടിച്ച് നിന്റെ തൊട്ടരികിലിരുത്തിയിട്ടുണ്ട്. നീ അപ്പുറത്ത് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ എന്നെക്കുറിച്ച് ഇവിടെയും പാടിയപ്പോൾ വിലങ്ങണിഞ്ഞ കൈകൾ അറിയാതെ ചലിച്ചുപോയി. ഈ ദൗത്യമാ ക്രിസ്തു ചെയ്തത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം ഉറപ്പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസ്യത്വമെടുത്ത് എനിക്കൊപ്പം ഇറങ്ങി വന്ന ആ മഹിമ കണ്ടിട്ട് അപ്പോസ്തലൻ വിളിച്ചു പറയുക, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്കാൻ ഈ രാത്രി ആർക്ക് മനസ്സുണ്ട്? അവർക്ക് കരമുയർത്താം. ആ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കിടയിൽ സ്നാനമേൽക്കാൻ ആരവശേഷിക്കുന്നു അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. സ്നാനമേൽക്കാൻ ഒരു പ്രിയപ്പെട്ടവൻ കരമുയർത്തി. ഇനിയും ചിലർ കൂടി സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ ഈ രാജാവ് എങ്ങനെ എൻ്റെ പക്ഷം ചേർന്നു, എനിക്ക് അങ്ങേക്കായി ചേരണം. ആർക്ക് മനസ്സുണ്ട്? ദൈവം അവരെയും സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി, എനിക്ക് ആജീവനാന്തം എൻ്റെ യേശുവിനെ പ്രസംഗിക്കണം.
അവസാന ഘട്ടവും വെള്ളം ചോദിച്ച് മരിക്കാനല്ല ഇഷ്ടം. യേശുവേ, അങ്ങാണ് ഉലകത്തിന്റെ രക്ഷകൻ. ഇത് പറഞ്ഞു മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഓർത്തും ദൈവത്തെ തുതിക്കുന്നു. ആത്മസമർപ്പണത്തിന് മനസ്സുള്ളവർക്കും കരങ്ങൾ ഉയർത്താം. ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ നന്നായിട്ട് കെട്ടിയാട്ടെ. ഈ ദേശം കാണട്ടെ. I want to preach about you. You are the crucified one. You shed your blood upon the cross of Calvary. You died on behalf of me, O Lord. നീ എനിക്കായി മരിച്ചു. നിനക്ക് വേണ്ടി അവസാന ശ്വാസവും പടവരുതി മരിക്കാൻ, നാവ് കൊണ്ട്, പാട്ടുകൊണ്ട്, ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ട് നിന്നോട് ഏകീഭവിക്കാൻ ഇതാ ഒരു പുനഃസമർപ്പണം. അവർ മാത്രം എഴുതി നിന്നാട്ടെ. ആ സമർപ്പണം ചെയ്തവർ മാത്രം, ആ സമർപ്പണം ചെയ്തവർ ഈ ദേശം കാണുക, ഈ ദേശം നടുങ്ങുമാറ് ഒരു സാക്ഷ്യമായി അവർ മാത്രം എഴുതി നിന്നാട്ടെ. നാം ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗ്ഗപിതാവേ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, അങ്ങേ പ്രസംഗിക്കാം, അങ്ങയോട് ചേരാം. അങ്ങയുടെ ധീര പടയാളികളായി ഈ ദേശത്തിനെയും തന്നെ സാക്ഷിക്കാം. ആത്മസമർപ്പണം ചെയ്ത ഈ അങ്ങയുടെ മക്കളെ ഇരട്ടിക്കരുത്തോടെ, ഇരട്ടി ബലത്തോടെ പ്രചോദിപ്പിക്കുക. സ്വർഗ്ഗം തുടർന്ന് ഞങ്ങളെ മാനിക്കണം. പ്രാർത്ഥനയോടുള്ള സ്തോത്രം യേശു കർത്താവിൻ വിലയിരുന്നാണ്.